ഈ ചന്ദ്രനെ പിളർത്തുന്ന സംഭവം സൗദി അറേബ്യയില് മക്കയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയപ്പോ അന്ന് കേരളം ഭരിച്ചിരുന്ന ഒരു ഹിന്ദു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ചേരമാൻ പെരുമാൾ ചക്രവർത്തി. ആ ചേരമാൻ പെരുമാൾ കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന രാജാവാണ്. കൊടുങ്ങല്ലൂർ രാജ്യം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവ് എന്നൊക്കെ പറയുന്ന അപ്സ്റ്റെയറിലിരിക്കുക. രാത്രി ഒരു 12 മണിയോടടുത്ത സമയം കാറ്റ് കൊല്ലാൻ വേണ്ടി കൊട്ടാരത്തിന്റെ മുകളിലിരിക്കുന്ന ചേരമാൻ പെരുമാൾ ചക്രവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ചന്ദ്രനെ പിളർത്തുന്നത് കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് നേരിട്ട് കാണുകയാണ്. പിളർത്തിയത് മാത്രമല്ല, ഒരുമിച്ച് കൂടിയതും കണ്ടു. ചേരമാൻ പെരുമാൾ ധരിച്ചുപോയി. അദ്ദേഹത്തിന് പേടിച്ചുപോയി. അദ്ദേഹം ഒരു വേള തന്റെ ശരീരത്തിൽ ഒന്ന് നുള്ളി നോവിച്ചു നോക്കി. ഞാൻ ഈ കാണുന്നത് സ്വപ്നം കാണുകയാണ്, അതോ യാഥാർത്ഥ്യമാണോ? ചേരമാൻ പെരുമാളിന് മനസ്സിലാക്കി സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. മഹാനായിരിക്കുന്ന ചേരമാൻ പെരുമാൾ ചക്രവർത്തി ആ ചന്ദ്രനെ പിളരുന്നത് കണ്ട ദിവസം, ആ സെക്കൻഡ്, ആ നാഴിക, ആ വിനാഴിക എല്ലാം എഴുതി റെക്കോർഡ് ചെയ്തു വെച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സൗദി അറേബ്യയിൽ നിന്നൊരു കച്ചവട സംഘം ശ്രീലങ്കയിലെ ആദംമല സന്ദർശിക്കാൻ വേണ്ടി പോയിരുന്നു. ആദംമല സന്ദർശിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ആ സംഘം കൊടുങ്ങല്ലൂർ രാജാവിനെ കണ്ട് സൗഹൃദ സംഭാഷണം നടത്താൻ പായക്കപ്പലിലൂടെ കൊടുങ്ങല്ലൂര് വന്ന് കപ്പലിറങ്ങി. അവർ ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വന്നു. കൊട്ടാരത്തിൽ വന്ന് കുശലാന്വേഷണങ്ങളൊക്കെ നടക്കുന്ന കൂട്ടത്തില് ചേരമാൻ പെരുമാൾ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമാണ്, ആദ്യം ചോദിച്ചു. ഒരു അന്യ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വായതിന് വന്നാൽ ഞാൻ ചോദിക്കും, ഇവിടെ നാട്ടിൽ വല്ല വിശേഷം ഉണ്ടോന്ന്. വായതിന് വരുന്ന എന്നോടും നിങ്ങൾ സാധാരണ മര്യാദക്കനുസരിച്ച് നിങ്ങളും എന്നോടും ചോദിക്കും, ഉസ്താദിന്റെ നാട്ടിൽ മഴ ഉണ്ടോ, വരുന്ന വഴിക്ക് അങ്ങനെ റോഡ് തന്നോ, അങ്ങനെ പല വിശേഷങ്ങളും ചോദിക്കും. രാജാവിന് അവരോട് ചോദിച്ചു, മക്കാരോട്, അല്ല മക്കാരെ, നിങ്ങളുടെ നാട്ടിൽ പ്രത്യേകം എടുത്തു പറയത്തക്ക വല്ല ഗുഡ് ന്യൂസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മക്കാര് പറഞ്ഞു, ഉണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഒരു ഗുഡ് ന്യൂസ് അല്ല, ബാഡ് ന്യൂസ്. അതെന്താ? ഞങ്ങൾ പരമ്പരാഗതമായി ആരാധിച്ചു വന്നിരുന്ന ദേവീദേവന്മാരെ, ദൈവങ്ങളെ, അതിനെ മുഴുവൻ തള്ളിപ്പറയുകയും ദൈവം ഒന്നേ ഉള്ളൂ, ഏകദൈവ വിശ്വാസം അത് മാത്രമാണ് ശരി, അത് അല്ലാഹുവാണ്, ആ ഒരു ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നബി ഇറങ്ങിയിട്ടുണ്ട് മക്കായിൽ. അവന്റെ പേര് മുഹമ്മദ് എന്നാണ്. ചേരമാൻ പെരുമാൾ ചക്രവർത്തി ചോദിച്ചു, ആ നബിയാണെന്ന് പറയുന്ന വ്യക്തി വല്ല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ മക്കാര് പറഞ്ഞു, ഉണ്ട് രാജാവേ, അയാൾ 1-ാം നമ്പർ മന്ത്രവാദിയാ, ജ്യോത്സ്യനാ, അയാൾ മെസ്മരിശക്കാരനാ. അപ്പൊ അടുത്ത ദിവസം ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് കഅബത്തിന്റെ തൊട്ടടുത്തുള്ള അബിൽ ഖുബൈസ് മലയുടെ അടിഭാഗത്ത് വെച്ചിട്ട് ആകാശത്ത് കാണുന്ന ചന്ദ്രനെ 2 കഷ്ടമാക്കി പിളർത്തി ആ 2 കഷ്ടമായ ചന്ദ്രനെ പൂർവ്വദിശയിലേക്ക് യോജിപ്പിച്ച് കാണിച്ചു തന്നു. അത്ര വലിയ അത്ഭുതങ്ങൾ അയാൾ കാണിക്കുന്നുണ്ട്. അയാൾ 1-ാം നമ്പർ മന്ത്രവാദിയാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ ചക്രവർത്തി അദ്ദേഹം പണ്ട് കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിന്റെ മുകളിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചന്ദ്രനെ പിളർത്തിയ രംഗം നേരിട്ട് കണ്ട വ്യക്തിയാ. അതിന് ഡേറ്റ് എഴുതി വെച്ച വ്യക്തിയാ, അതിന്റെ നാഴിക എഴുതി വെച്ച വ്യക്തിയാ, അതിന്റെ വിനാഴിക എഴുതി വെച്ച വ്യക്തിയാ. അദ്ദേഹം ഈ യാത്ര സംഘത്തോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനത്തോടെ പറയാനുണ്ട്, നിങ്ങൾ സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് തിരിച്ചു പോണ സമയത്ത് നിങ്ങളുടെ പായക്കപ്പലിൽ എനിക്കൊരു സീറ്റ് തരുമോ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനെ പിളർത്തുന്ന മോചനത്ത് കണ്ട ചേരമാൻ പെരുമാൾ ചക്രവർത്തി ഖൽബിൽ ആഗ്രഹിച്ചു, റസൂലുള്ളാഹിനെ മക്കത്ത് പോയി ഒന്ന് കാണണം, മക്കത്ത് പോണം. അതിനാണ് ഈ അറബികളോട് പറഞ്ഞത്, നിങ്ങൾക്ക് പായക്കപ്പലിൽ തിരിച്ചു പോരുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. പക്ഷേ ചേരമാൻ പെരുമാളുടെ പെങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കണ്ണൂരിലെ താന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭരണം നടത്തിയിരുന്ന രാജ്ഞിയായിരുന്നു ചേരമാൻ പെരുമാളുടെ പെങ്ങള്. അവരുടെ പേര് ശ്രീദേവി എന്നാണ്, ശ്രീദേവി തമ്പുരാട്ടി. ആ ശ്രീദേവി തമ്പുരാട്ടിയോട് ചോദിച്ചിട്ടല്ലാതെ ചേരമാൻ പെരുമാളിൽ ഒരു കാര്യത്തിനും തീരുമാനമെടുക്കില്ല. ആങ്ങളെ ചെന്നിട്ട് പറഞ്ഞു, പെങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, മക്കത്ത് പോകണം, അവിടെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, മുഹമ്മദ്, നേരിട്ട് കാണണം.
അതിന് ഞാൻ മക്കയിലേക്ക് അറബികളുടെ കൂടെ ജിദ്ദയിലേക്ക് പായക്കപ്പലിൽ പോകുക. രാജ്യം ഭരിക്കുന്ന രാജാവ് ഒരു സുരക്ഷിതത്വമില്ലാത്ത പായക്കപ്പലില് അന്യ നാട്ടുകാരോടുകൂടെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ശ്രീദേവി തമ്പുരാട്ടി പറഞ്ഞു, നിങ്ങൾ ഒറ്റക്കങ്ങ് മക്കായിലേക്ക് പോകണ്ട. പോകുമ്പോ എന്റെ മകനായ കോഹിന്നൂരിനെ കൂടെ കൊണ്ടുപോകണം. ശ്രീദേവിയുടെ മകനായ 19 വയസ്സ് പ്രായമുള്ള കോഹിന്നൂര് രാജകുമാരനോ ചേരമാൻ പെരുമാളും കൂടി മലബാറിലെ തലശ്ശേരിക്കടുത്ത ധർമ്മടോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മോനെ. ആ ധർമ്മടത്തിന്റെ അടുത്ത് പോയനാട് എന്ന് പറഞ്ഞൊരു നാടുണ്ട്. ആ നാട്ടിൽ നിന്ന് 1400 കൊല്ലം മുമ്പ് സൗദി അറേബ്യയിലേക്ക് പായക്കപ്പൽ കയറി അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ചേരമാൻ പെരുമാളും കോഹിന്നൂരും പോയനാട്. ആ നാടിന്റെ പേര് ഇപ്പോഴും പോയനാട് എന്നാണ്. സംശയമുള്ളവർക്ക് തലശ്ശേരിക്കടുത്ത ധർമ്മടത്ത് എന്ന് നോക്ക്, അവിടെ കാണാം പോയനാട്. എവിടേക്ക് പോയനാട്? റസൂലുള്ളാഹിനെ കാണാൻ മക്കത്തേക്ക് പോയനാട്. ആ നാടിന്റെ പേര് തന്നെ പോയനാട് എന്നാണ്. മക്കത്ത് ചെന്നു. ചേരമാൻ പെരുമാളും കോഹിന്നൂരും മക്കത്ത് ചെന്നു. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോഴേ ചേരമാന് മനസ്സിലായി ഈ ഇരിക്കുന്ന ആൾ അല്ലാഹുവിന്റെ റസൂലാണ്. മറുത്തൊരു ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് ചേരമാൻ പറഞ്ഞു, വഅന്നക റസൂലുള്ളാഹ് വഅന്നക റസൂലുള്ളാഹ് വഅന്നക ഹബീബുള്ളാഹ് വഅന്നബിയുള്ളാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ചേരമാൻ പെരുമാളിന് റസൂലുള്ളാഹ് ഉജ്ജ്വല സ്വീകരണം കൊടുത്തതായിട്ട് ഹദീസ് നോക്കിയാൽ കാണാം. ചേരമാൻ പെരുമാൾ ചെന്നപ്പോ റസൂലുള്ളാഹ് പറഞ്ഞതേ, ഇഞ്ചി ചുക്ക് കുരുമുളക്, റസൂലുള്ളാഹ് പറഞ്ഞ വാക്കാ, ഇഞ്ചി ചുക്ക് കുരുമുളക്, ഈ 3 വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മലബാറിലെ രാജാവ് വന്നിരിക്കുന്നു. ഉമറുൽ ഫാറൂഖ് കയറി ചെന്നു, സിദ്ദീഖുൽ അക്ബർ കയറി ചെന്നു, സ്വഹാബത്ത് കയറി ചെന്നു. രാജാവിന് സ്വീകരണം കൊടുത്തു. 5 കൊല്ലം ചേരമാൻ പെരുമാൾ റസൂലുള്ളാഹിന്റെ കൂടെ മക്കത്ത് താമസിച്ചു. അല്ലാഹുവിന്റെ റസൂല് മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോ ചേരമാൻ പെരുമാളും മദീനയിലേക്ക് പോയി താമസിച്ചു. അല്ലാഹുവിന്റെ റസൂല് മദീനത്ത് താമസിക്കുന്ന സമയത്ത് ചേരമാൻ പെരുമാള് ചക്രവർത്തിയും കോഹിന്നൂര് രാജാവും കൂടി മാലിക് ദീനാർ എന്ന് പറയുന്ന സ്വഹാബികളുടെ നേതൃത്വത്തില് സൗദി അറേബ്യയിൽ നിന്ന് മദീനയിൽ നിന്ന് കേരളത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ റസൂലുള്ളാഹിന്റെ സമ്മതത്തോടെ പുറപ്പെട്ടു. പക്ഷേ മസ്കറ്റിലെ ഒമാനിലെ ഷഹർ മഹല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് കപ്പലെത്തിയപ്പോ ചേരമാൻ പെരുമാളിന് പനി പിടിച്ചു. അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചേരമാൻ പെരുമാളിന്റെ മയ്യത്ത് അതേ മസ്കറ്റിലെ ഒമാനിലെ ഷഹർ മഹല്ലയില് ഖബറടക്കം നടത്തി. നിങ്ങൾ മസ്കറ്റിലുള്ള ആളുകളോട് ചോദിച്ചു നോക്ക്, ഒമാനിലുള്ള ഷഹർ മഹല്ലയിൽ ചേരമാൻ പെരുമാളുടെ ഖബറുണ്ട് മോനെ. ആ മീസാൻ കല്ലിന്റെ മുകളില് അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മലിക്കുൽ ഹിന്ദ്, ഇന്ത്യയുടെ രാജാവ് ചേരമാൻ പെരുമാൾ. ചേരമാൻ പെരുമാളുടെ പേര് റസൂലുള്ളാഹി മാറ്റി താജുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ കിരീടം, മതത്തിന്റെ കിരീടം എന്നാണ് അതിന്റെ അർത്ഥം. താജുദ്ദീൻ. ചേരമാൻ പെരുമാളുടെ പേര് റസൂലുള്ളാഹി മാറ്റിയത് താജുദ്ദീൻ. കൂടെ വന്ന കോഹിന്നൂര് രാജാവിന്റെ പേര് റസൂലുള്ളാഹി മാറ്റി സൈഫുദ്ദീൻ മുഹമ്മദ് അലി. ഈ 2 ആളാണ് അല്ലാഹുവിന്റെ റസൂലിനെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി കണ്ട ഇന്ത്യക്കാർ. ഈ 2 ആളാണ് ഇന്ത്യയിലെ ആദ്യത്തെ 2 സ്വഹാബത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഒമാനിൽ വെച്ച് ചേരമാൻ പെരുമാൾ വഫാത്തായപ്പോ ഈ യാത്രാസംഘം നേരെ മദീനയിലേക്ക് തിരിച്ചുപോയി. പിറ്റത്തെ കൊല്ലം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതിയോടെ ഹിജ്റ 5-ാം വർഷം മാലിക് ദീനാർ തങ്ങളുടെ നേതൃത്വത്തില് പഴയ 14 അംഗ സംഘം കൂടെ പോകുന്ന ഒരു രാജാവും കൂടി മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കത്ത് വന്ന്, മക്കയിൽ നിന്ന് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വന്ന്, ജിദ്ദയിൽ നിന്നൊരു പായക്കപ്പലുണ്ടാക്കി നേരെ കൊടുങ്ങല്ലൂരിലേക്ക് 28 ദിവസം കടലിലൂടെ യാത്ര ചെയ്തു. കൊടുങ്ങല്ലൂര് വന്ന് കപ്പലിറങ്ങി കടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിലേക്ക് പോകണം. കൊട്ടാരത്തിലേക്ക് വഴി അറിയാഞ്ഞിട്ടല്ല,
കടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേരമാൻ പെരുമാൾ ഒരു അത്ഭുത കാഴ്ച കണ്ടു. എന്താണ്? ഒരു മനുഷ്യൻ ഒരു തോർത്തുമുണ്ട് എടുത്ത് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ നാട്ടില് തോർത്തുമുണ്ട് എന്നൊക്കെ പറയുന്ന കൈലി എന്നൊക്കെ പറയുന്ന സാധനം. ആ അറബികൾ അങ്ങനത്തെ വസ്ത്രമൊന്നും എടുത്ത് നിൽക്കില്ല. ഒരു തോർത്തുമുണ്ട് ചുറ്റി നിൽക്കുന്ന ഒരാളെ കണ്ടപ്പോ, അർദ്ധമായി നഗ്നത പുറത്ത് ചാടിച്ചു നിൽക്കുന്ന ഒരാളെ കണ്ടപ്പോ മാലിക് ദീനാർ ഇങ്ങനെ നോക്കി നിൽക്കുക. മാത്രമല്ല, മാലിക് ദീനാറിനും കപ്പൽ യാത്ര ചെയ്തു വന്ന 14 സ്വഹാബത്തിനും അതിശക്തമായ ദാഹമുണ്ട്. വെള്ളത്തിന് ദാഹിച്ച് നിൽക്കാനും വയ്യ. മാലിക് ദീനാറിന്റെ കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു പോയിരിക്കുന്നു. കടപ്പുറത്ത് പൈപ്പില്ല, വെള്ളമില്ല. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അറബിയാണ്, അറബി ഭാഷ അറിയൂ. അപ്പുറത്ത് നിൽക്കുന്ന കടപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന് അറബി അറിയില്ല. പക്ഷെ ഏതാൾക്കും അറിയുന്ന ഒരു ഭാഷ ഉണ്ട്, ആംഗ്യ ഭാഷ. മാലിക് ദീനാർ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോഴും മനസ്സിലായി വന്നവർക്ക് വെള്ളം കിട്ടണം. നല്ല വെളുത്ത തുടുതുടുത്ത സുമുഖന്മാരായ 14 ചൊങ്കന്മാരായ അറബികൾ ആ കടപ്പുറത്ത് വന്നിരിക്കുന്നത്. മാലിക് ദീനാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സവർണന്മാരാ, വലിയ ജാതിക്കാരാ. 42 അപ്പുറത്തിരിക്കേണ്ടവരാണ്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സത്യസന്ധത കണ്ടപ്പോ ഈ മനുഷ്യൻ തെങ്ങിന്റെ മുകളിൽ കയറി 14 ഇളനീര് വെട്ടിയിറക്കി. 14 ഇളനീര് വെട്ടിയിറക്കിയിട്ട് അത് കുടിക്കേണ്ട പാകത്തിൽ മൂക്കൊക്കെ ചെത്തി കുടിക്കാൻ വേണ്ടി 14 ഇളനീര് മണപ്പുറത്ത് ഇങ്ങനെ വരി വരിയായി 14 വെച്ചു. എന്നിട്ട് 42 അടി പിന്നിലോട്ട് ഇറങ്ങി അപ്പു മാറി കുടിച്ചോളാൻ പറഞ്ഞു. മാലിക് ദീനാറിന് ഇതിന്റെ കഥ മനസ്സിലായില്ല. ഇയാൾ എന്തിനാ നമ്മളെ പേടിച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്? 42 അടി അപ്പുറത്ത് നിൽക്കുന്നത് മാലിക് ദീനാർ തങ്ങൾ വന്ന് ഇളനീര് കൈകൊണ്ടെടുത്ത് കുടിച്ചു. തങ്ങൾക്ക് ഇളനീര് വെട്ടിക്കൊണ്ട് തങ്ങളുടെ ദാഹം ശമിപ്പിച്ചു പോയ ഇന്ത്യയിലെ ആദ്യം കണ്ട മനുഷ്യന് മാലിക് ദീനാർ 2 കൈകൊണ്ടും ആംഗ്യം കാണിച്ചുകൊണ്ട് വിളിച്ചു, താൽ താൽ കമിങ് താൽ, അടുത്തു വരൂ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തു വരൂ. അപ്പു അടുക്കാൻ പറയുന്നതോറും അപ്പു പിന്നോട്ട് പോകുക. ഇവിടെ അയിത്തുള്ള നാടാ. അത് മാലിക് ദീനാറിനറിയില്ല. അത് മാലിക് ദീനാറിനറിയില്ല. ഇവിടെ ജാതി മേൽക്കോയ്മയുള്ള നാടാ. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അടുത്തങ്ങ് ചെന്നു. അകന്നു പോകുന്ന തെങ്ങ് കയറ്റക്കാരനായ അപ്പു, അദ്ദേഹത്തിന്റെ പേര് അപ്പൂന്ന. അപ്പു, ആ താമജാതിക്കാരനായ അപ്പു, പിന്നാക്കക്കാരനായ അപ്പു, ഷെഡ്യൂൾഡ് കാസ്റ്റായ അപ്പു, ദലിതുകാരനായ അപ്പു, ആ അപ്പുവിനെ കയറി അങ്ങ് പിടിച്ചു മാലിക് ദീനാർ തങ്ങള്. ഇന്ന് വരെ അപ്പുവിന്റെ കറുത്ത കരങ്ങളിൽ ഒരു മൃദുല കോമരമായിരിക്കുന്ന ശരീരം സ്പർശിച്ചിട്ടില്ല. ആ വെളുത്ത ശരീരം കറുത്ത കരങ്ങളിൽ കടന്നപ്പോൾ അപ്പു അറിയാതെ 2 കണ്ണുനീര് കണ്ണില്ലെന്ന് ചാടി. അപ്പുവിനെ ചെന്നഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മാലിക് ദീനാർ ആശ്ലേഷിച്ചു. അതാ ജസാക്കല്ലാഹ് ഖൈറ, താങ്ക് യു എന്ന് പറയുന്ന പോലെ ജസാക്കല്ലാഹ് ഖൈറ, അല്ലാഹു നിനക്ക് നന്മ ചെയ്യട്ടെ മോനെ. മാലിക് ദീനാർ അങ്ങ് വിട്ടുകൊടുത്തപ്പോ നനഞ്ഞ കണ്ണുകളോടെ കൊടുങ്ങല്ലൂരിന്റെ മണൽപ്പരപ്പിൽ നിന്ന് അപ്പോ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഭാരതത്തിലെ ആദ്യത്തെ മുസൽമാന്റെ പേര് അപ്പു. അപ്പു എന്ന മനുഷ്യന്റെ പേര് മാറി അബ്ദുർറഹ്മാൻ. ആ 14 അംഗ സഹാബത്ത് കൊടുങ്ങല്ലൂര് കൊട്ടാരത്തിൽ ചെന്നു. മാലിക് ദീനാർ മരണപ്പെട്ടു പോയ ചേരമാൻ പെരുമാളുടെ വിവരം അദ്ദേഹത്തിന്റെ കുടുംബങ്ങളോട് പറഞ്ഞപ്പോ ചുവപ്പ് പരവതാനി വിരിച്ച് മുസ്ലിമീങ്ങളെ കൊട്ടാരത്തിൽ കയറ്റി ഹിന്ദുക്കള്. അവിടെ കയറി ചെന്ന 14 മുസ്ലിമീങ്ങൾക്ക് വയറ് നിറച്ചു ഭക്ഷണം കൊടുത്തു അവിടുത്തെ ഹിന്ദുക്കള്. മാലിക് ദീനാർ തങ്ങൾ അവിടുത്തെ ഹിന്ദു രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാൻ ഒരു പള്ളി കയറ്റാനുള്ള സ്ഥലം തരാമോ? മോനെ, ആരാണ് പള്ളിക്ക് സ്ഥലം കൊടുക്കുന്നത്? രാജ്യം ഭരിച്ചിരുന്ന ഹിന്ദു രാജാവാണ്. കൊടുങ്ങല്ലൂർ രാജ്യം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളുടെ പിൻഗാമിയായ ഹിന്ദു രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലമെടുത്തോളൂ, എവിടെ വേണമെങ്കിലും പള്ളി കയറ്റിക്കോളൂ. അങ്ങനെ ഇന്ന് കാണുന്ന ചേരമാൻ പള്ളി ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളി. സയ്യിദുനാ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ചെന്ന് ആവശ്യമുള്ള സ്ഥലം അക്വയർ ചെയ്തെടുത്തു. ഇപ്പൊ പള്ളിക്ക് സ്ഥലം കിട്ടി, പക്ഷെ പള്ളി കയറ്റണ്ടേ? അറബികളുടെ കയ്യിൽ ചുക്കര് മേടിക്കാനുള്ള കായ്, ചുണ്ണാമ്പ് പറ്റാനുള്ള കായും കൂടിയില്ല. എന്നപ്പോ അറബികളൊക്കെ പണക്കാരായത്?
എന്നായത് 1960 ശേഷം 1960കളുടെ മുമ്പ് ഗൾഫ് രാജ്യത്തിലെ പെട്രോളിയത്തിന്റെ ഉറവ കണ്ടെത്തിയിട്ടില്ല. 960ലാണ് ഇന്ന് കാണുന്ന ഗൾഫ്, സ്വപ്നഭൂമിയായ ഗൾഫ് പെട്രോളിയത്തിന്റെ സമ്പൽ സമൃദ്ധി കൊണ്ട് ലോകത്ത് എണ്ണ ഉൽപാദന രാജ്യങ്ങളിൽ മുമ്പന്തിയിലേക്ക് കയറി വന്നത്. 60ന്റെ മുമ്പെയുള്ള അറബികളുടെ ചരിത്രം എന്താ? അവരെ കയ്യിലത് കുറച്ച് ഉണക്ക ഈത്തപ്പഴം, കടലിൽ നിന്ന് പിടിച്ചെടുക്കുന്ന കുറച്ച് മീനും, ഉണക്ക ഈത്തപ്പഴം, ചുട്ട മീനും, കുടിക്കാൻ പച്ചവെള്ളം പോലും ലഭിക്കാത്ത ആ പാവപ്പെട്ട അറബികള്, കോഴിക്കോടും കൊച്ചിയിലും മത്സ്യം പിടിച്ച് ജീവിച്ചിരുന്ന അറബികള് ഒരു കാലത്ത് നമ്മുടെ വാപ്പാടെ വാപ്പ അവർക്ക് വിസ കൊടുത്തു. ഇപ്പൊ അവരുടെ മക്കളായിട്ട് നമുക്ക് വിസ തരുന്നു. വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത പോലെ നമ്മളൊരു കാലത്ത് നമ്മുടെ വാപ്പാടെ വാപ്പ അറബികൾക്ക് വിസ കൊടുത്തു. ഞാൻ അബുദാബിയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോ മസ്റൂഇ കബീലയിൽപ്പെട്ട ഒരു അറബി, അവിടുത്തെ ഒറിജിനൽ അറബിയാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള ആദിവാസികളെ പോലത്തെ അറബികളാണ്, അവരല്ല ഒറിജിനാലിറ്റി. മസ്റൂഇ കബീല സൗദി അബുദാബിയിലെ ഫേമസ് കബീലയാ. ആ മസ്റൂഇ കബീലയിൽപ്പെട്ട ഒരു അറബി എന്നോട് വിളിച്ചു പറഞ്ഞു, മുത്തവ, അയാൾ എനിക്കൊരു വിസ തന്നു. 3 കൊല്ലം അയാൾ എനിക്ക് ദുബായ് അബുദാബിയുടെ വിസ തന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, മുത്തവ എന്ന് പറഞ്ഞ മുസ്ലിയാരെ, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ വിസ തരുന്നു. ഞാൻ കോഴിക്കോട് വന്നിട്ട് മീന്, മത്തി, ചാള, അയിലൊക്കെ പിടിക്കാൻ വന്ന ആളാ. ഉരു എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഉരു. ആ ഉരുവിനോട് ഞാൻ കോഴിക്കോട് മീൻ പിടിക്കാൻ വന്ന ആളാ. അന്ന് നിങ്ങളുടെ വാപ്പാടെ വാപ്പ എനിക്ക് വിസ. ഇപ്പൊ അതിന്റെ മകനായ ഇങ്ങക്ക് ഞങ്ങൾ ഇതാ വിസ തരുന്നു. കണ്ടോ, ഒരു കയറ്റത്തിനൊരു ഇറക്കണ്ട്, ഒരു ഇറക്കത്തിനൊരു കയറ്റമുണ്ട്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു വരുന്ന കാലം അതാ. ഇന്നത്തെ ഗൾഫും തുൾഫും ഒന്നും ഇല്ല. ഇവിടെ വന്നപ്പോ സ്ഥലം കൊടുത്തു ഹിന്ദുക്കള്, പള്ളി കയറ്റണം. എവിടുന്ന് വാല് പറഞ്ഞാ കായിട്ട്, എവിടുന്ന് വാല് പറഞ്ഞാ വാല് കേൾക്കാൻ ആള് വേണ്ടേ, പറയാൻ ആള് വേണ്ടേ. കൊടുങ്ങല്ലൂർ രാജാവിനോട് ചെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ മാലിക് ദീനാർ തങ്ങൾ പറഞ്ഞു, രാജാവ്, പള്ളി കയറ്റാൻ ഞങ്ങൾക്ക് പണമില്ല, അതുകൊണ്ട് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ പള്ളിക്ക് പണം തരണം കേട്ടോ. ചരിത്രത്തിന്റെ പിന്നിൽ ഒന്ന് ചുവട് വെച്ച് നോക്കൂ നിങ്ങള്. ഇന്ത്യയിൽ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിലെ ചേരമാമ്പള്ളി, അതേ കൊടുങ്ങല്ലൂർ കാളി ക്ഷേത്രം ഉണ്ടാക്കാൻ പുഴക്കി വെച്ചിരുന്ന വെട്ടുകല്ലെടുത്ത് കൊടുങ്ങല്ലൂർ രാജാവ് മുസ്ലിമീങ്ങൾക്ക് പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്ത് ദാനം തന്നല്ലോ. അമ്പലത്തിന് പൊളിക്ക് വെച്ച കല്ലെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ ആദ്യത്തെ പള്ളി കേട്ടാൽ മതസൗഹാർദ്ദം കാണിച്ച വർഗം, ലോകത്തിലെ അടിസ്ഥാന വർഗം, ആർഷഭാരത സംസ്കാരത്തിന്റെ വക്താക്കള്, ഇന്ത്യൻ സംസ്കാരത്തിന്റെ വക്താക്കള്, അത് ഹിന്ദുത്വമെന്ന് വിളിച്ചാലും കൊള്ള, ഭാരതീയ സംസ്കാരമെന്ന് വിളിച്ചാലും കൊള്ള, മാനവിക സംസ്കാരമെന്ന് വിളിച്ചാലും കൊള്ള, ഏത് ഭാഷ വിളിച്ചാലും കൊള്ള, അത് മാനവിക സംസ്കാരമാണ്. ആ സംസ്കാരം പറഞ്ഞു മുസ്ലിമീങ്ങളുടെ പള്ളിക്ക് അമ്പലത്തിന്റെ കല്ല് കൊടുത്തു. കൊടുങ്ങല്ലൂർ പള്ളിയില് ഇപ്പോഴും അതിന്റെ നടുഭാഗത്തെ പള്ളി പൊളിച്ചിട്ടില്ല, ബാക്കിയൊക്കെ പള്ളി പൊളിച്ചു പണിതെങ്കിലും അതിന്റെ നടുക്കിലെ പള്ളി ഇന്നും കാളി ക്ഷേത്രത്തിന് വേണ്ടി പുഴക്കി വെച്ചിരുന്ന കല്ല് കൊടുങ്ങല്ലൂർ രാജാവ് കൊടുത്ത കല്ല്. ആ കല്ലാണ് കൊടുങ്ങല്ലൂർ മുസ്ലിം പള്ളിക്കുള്ളത്. തീർന്നില്ല. പക്ഷെ കൊടുക്കാത്തൊരു സാധനമുണ്ട്, അത് വല്ലാത്തതാ. ഞാനിപ്പോ വായതിന് വന്നപ്പോ ഒരു മാന്യനായ സഹോദരന്റെ വീട്ടിൽ കൊണ്ടുപോയി സുഭിക്ഷമായ ഭക്ഷണം തന്നു. ഇനി എനിക്ക് നാളെ തിരുവനന്തപുരത്തേക്ക് എന്റെ കമ്മീഷന്റെ സെറ്റിംഗ് ഉള്ളത്, അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടാ പോകേണ്ടത്, തൃശ്ശൂരിലേക്കല്ല. അപ്പൊ ഞാൻ നേരത്തെ ഇവരോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് സുബഹി വരെ കിടക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്തു തരണം. ഓ, ഞങ്ങൾ ശരിയാണ്, സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ പോയി എറണാകുളത്ത് പോയി ലോഡ്ജ് എടുക്കണ്ടേ? അപ്പോ അത് സ്വീകരിച്ചു. അതും ചെയ്തു തരും. കുടിക്കാൻ വെള്ളം തന്നു, കിടക്കാൻ കിടപ്പാടം തന്നു. പക്ഷേ അതിന്റെ അങ്ങേപ്പുറത്ത് ഞാനൊരു ഉപാധി വെച്ചാൽ ഈ തന്ന ജനം എന്നെ പുച്ഛിച്ചു തല്ലും. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇന്നാ പിന്നെ ഒരു കല്യാണം കൂടി ഇവിടുന്ന് കഴിച്ചു തന്നാൽ കഗതി കുശാലായി എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഒന്നാമത്തെ അവസാനത്തെ കാര്യം കൊണ്ട് ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഔട്ടാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോ കാണുന്നത്, ലോകത്തൊരു സംസ്കാരത്തിന് ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ചെയ്തത് ഈ രാജ്യത്തിലെ അടിസ്ഥാന വർഗങ്ങളായ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നവരാണ്. അവർ ഏത് കാസ്റ്റ് ആവട്ടെ, ഏത് പൊളിറ്റിക്സ് ആവട്ടെ, ഏത് എവരാവട്ടെ, ഏത് സംസ്കാരമാവട്ടെ, ഉദാത്തമായിരിക്കുന്ന ഹിന്ദു സംസ്കാരം. മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടു, 14 മുസ്ലിങ്ങളിൽ 12 പുരുഷന്മാരും 2 പെണ്ണുള്ളൂ.
ബാക്കി 10 ആൾക്ക് പെണ്ണുങ്ങളില്ല, കല്യാണം കഴിക്കണ്ടേ? എവിടുന്നാ പെണ്ണിട്ടാ? സൗദി അറേബ്യയിലേക്ക് ഒന്ന് പോകാൻ പറ്റുമോ? ദുബായിലേക്ക് ഒന്ന് പോകാൻ പറ്റുമോ? ഈ നാട്ടിലെ ഹിന്ദുക്കള് നമ്പൂരി, നായര്, കൊശവൻ, ചെട്ടി, പാണൻ, പുലയൻ, ഇങ്ങനെ 73 ജാതിയുണ്ട് നമ്മുടെ നാട്ടിലെ പിന്നോക്കക്കാര്, OBC. അതാണ് ഞങ്ങളുടെ കമ്മീഷൻ. അപ്പോ ഈ നാട്ടിലെ ഈ ജാതി പുലയൻ, പാണൻ, ചെട്ടി, പണയൻ, നായര്, നമ്പൂരി എല്ലാരും അവരെല്ലാവരും വന്നിട്ട് പറഞ്ഞു 10 ആൾക്ക് ഞങ്ങൾ പെണ്ണ് തരാം. മിനിഞ്ഞാന്ന് വരെ അംബികയായവളുടെ പേര് മാറ്റി ആമിനാക്കി, ശാരദ ചേച്ചിയുടെ പേര് മാറ്റി റുഖിയ്യാനാക്കി. അതാണ് ഉമർ ഖാദി അറബിയിൽ പാട്ടുപാടിയത്. യാ ഫാഖിറൻ ബിൻ നസ്ബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബല തിയം വനായരു ആശാരി മൂശാരി വമണ്ണാനു തറയരു വകൊശവാനു ചെട്ടിയോ വനായാടി പാനരു. മുസ്ലിമീങ്ങളെ ഉമർ ഖാദി പറയാണ്, എടോ നമുക്ക് ചിലപ്പോ വലിയ ആളുകളായിട്ട് വലിയ ആളാണെന്ന് അഭിമാനിക്കാൻ ചിലപ്പോ ഷോൾഡർ പിടിച്ച് കുലുക്കിയിട്ട് പറയൂ, എടോ ഞങ്ങള് മോശക്കാരല്ല, ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്, ഞങ്ങൾ 4 ആൾ അറിയുന്നവരാണ്, ഞങ്ങൾ അന്നെ പോലത്തെ ആൾക്കാരല്ല, ഞങ്ങൾ നാട്ടിലെ പ്രമാണിമാരാണ്. എന്നാ ഉമർ ഖാദി പറയുന്നു, എടാ മുസ്ലിമേ, തറവാടിന്റെ ക്രെഡിറ്റ് പറഞ്ഞ് നീ അഭിമാനം കൊള്ളണ്ട. നിന്റെ വാപ്പാന്റെ 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 വാപ്പാ തീയം വനായൊരു ആശാരി മൂശാരി വമണ്ണാനു പറയരു വകൊശവാനു ചെട്ടിയോ വനായാടി പാണരു. ഈ സദസ്സിൽ വാതികേക്കിരിക്കുന്ന റസൂലുള്ളാന്റെ കുടുംബങ്ങളായ തങ്ങന്മാരല്ലാത്ത എല്ലാ മുസ്ലിങ്ങളോ ഈ നാട്ടിലെ നായരുടെ മോനാണ്, നമ്പൂരിയുടെ മോനാണ്, അതേ ഈ നാട്ടിലെ പട്ടികജാതിക്കാരന്റെ മകനാണ്, പുലയന്റെ മോനാണ്, അതേ ഈ നാട്ടിലെ പാണന്റെ മകനാണ്, മുളയന്റെ മകനാണ്, ശാരദയുടെ മകനാണ്, അംബികായുടെ മകനാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ കാണുന്ന തങ്ങന്മാര് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്, റസൂലുള്ളാന്റെ കുടുംബം, അവര് ഈ വർഗത്തിൽപ്പെട്ടതല്ല. അവര് നേരെ മക്കയിൽ നിന്നും യമനിലെ ഹദറമൗത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നവരാണ് അഹ്ലുൽ ബൈത്ത്. മമ്പുറത്ത് മറപ്പെട്ട് കിടക്കുന്ന സയ്യിദ് അലവി തങ്ങള്, അദ്ദേഹം യമനിലെ ഹദറമൗത്തിൽ നിന്ന് വന്നതാ. ഉള്ളാളത്ത് മറപ്പെട്ട് കിടക്കുന്ന സയ്യിദ് ഷരീഫുൽ മദനി തങ്ങള് യമനിൽ നിന്ന് വന്നതാ. ഏർവാടിയിൽ മറപ്പെട്ട് കിടക്കുന്ന ഇബ്രാഹിം ബാദുഷാ തങ്ങള് മദീനത്ത് നിന്ന് വന്നതാ. ബഹുമാനപ്പെട്ട അജ്മീറിൽ മറപ്പെട്ട് കിടക്കുന്ന ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് പഞ്ചാബ് വഴി പാകിസ്ഥാൻ വഴി കയറിക്കൊണ്ട് ഇന്ത്യയിലേക്ക് കയറി വന്ന മഹാനാണ്. ഇവരൊഴിച്ച് ഭാരതത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും അടിസ്ഥാനപരമായി ഹിന്ദുമതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്തവരുടെ പിൻഗാമികളാണ്, സംശയം വേണ്ട. നമ്മുടെ വാപ്പാട 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 പേരെന്താന്ന് ചോദിച്ചാൽ, എന്റെ വാപ്പ മുഹമ്മദ്, ഓന്റെ വാപ്പ അബൂബക്കർ, ഓന്റെ വാപ്പ മുഹമ്മദ്, ഓന്റെ വാപ്പ കമ്മദ്, ഓന്റെ വാപ്പ അബൂബക്കർ, ഓന്റെ വാപ്പ കോയക്കുട്ടി, ഓന്റെ വാപ്പ ചേക്കുട്ടി പൂക്കുട്ടി. അപ്പുറത്ത് പറഞ്ഞാൽ അബൂബക്കറിന്റെ വാപ്പ ഗോപാലകൃഷ്ണൻ. ഒരു 40 വാപ്പാട് അപ്പുറത്ത് പോയാൽ സംഗതി ഗോപാലകൃഷ്ണനാ. എന്റെ ഗോപാലകൃഷ്ണന്മാരെ, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും സുഖം ഉണ്ടാവട്ടെ. ആ ഒരു പോളിസിയിലേക്ക് മനുഷ്യനെത്തുകയാണ്. ഇനി അങ്ങനെ അങ്ങോട്ട് മേപ്പോട്ട് പോയാൽ ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ആൾക്കാർ ആരും അന്യരല്ല, പുറത്തല്ല. ക്രിസ്ത്യാനികളാ, അത് നമ്മുടെ ഒരു മൂത്താപ്പാട മക്കളാ. യഹൂദികളോ, അത് അതിന്റെ മേലുള്ള മൂത്താപ്പാട മക്കളാ. ഹിന്ദുക്കളോ, അതൊരു ചോദ്യ. ഹിന്ദു ഒരു മതമാണോ അല്ലേ? തർക്കം ഉണ്ടെങ്കിലും ഞാൻ അടുത്ത ദിവസം ഭഗവത തത്വസമീക്ഷ യജ്ഞം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ. 5000 സന്യാസിമാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. 5000 സന്യാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഔലിയാക്കളുടെ സ്ഥാനാവരിക്കും. 5000 ഔലിയാക്കൾ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ 5000 സന്യാസി പങ്കെടുക്കാൻ. അപ്പൊ ആ ആശ്രമത്തിന്റെ അധിപൻ ഒരു സ്വാമി, എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഈ പരിപാടി ഒന്ന് കാണാൻ വരണം, പറ്റിയെങ്കിൽ 1 മണിക്കൂർ ഒന്ന് പ്രസംഗിക്കും വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, രണ്ടിനും ഞാൻ തയ്യാറാണ്, കാണാനും വരാ, പ്രസംഗിക്കുകയും ചെയ്യാം. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നു. 5000-ലധികം വരുന്ന സന്യാസിമാര് പങ്കെടുത്ത ആ പരിപാടിയിൽ സ്റ്റേജിൽ എന്നെ കയറ്റി. അവിടെ ഭഗവത്ഗീത വായിച്ചു കൊടുക്കുകയാണ്.
ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്യുന്ന സദസ്സാണത്. പരിശുദ്ധ ഖുർആൻ ക്ലാസ് നടത്തുന്ന പോലെയാണ് ഹിന്ദു സമുദായത്തിന് ഗീത. എന്നെ അവിടെ കയറ്റിയിരുത്തി, ഒരൈറ്റം അവർ കാണിച്ചില്ല. ഞാനൊരു മതപണ്ഡിതനായി തലയെക്കെട്ടും താടിയൊക്കെ വെച്ചിട്ട് എന്നെ പോയത്. അവിടെ കയറ്റിയിരുത്തി. ആ സ്വാമിമാര് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു, ചായ കൊണ്ടുവന്നു. ആ സ്വാമിമാരുടെ കൈ കൊണ്ട് ഞാനതൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ഞാൻ പോരുന്ന സമയത്ത് ആ സ്വാമിജിയോട് ചോദിച്ചു, ബഹുമാന്യനായ സ്വാമിജി, എനിക്കൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഒരു ചോദ്യം, അങ്ങയുടെ പക്കം അതിന് മറുപടി ഉണ്ടായാലും. എന്താ ചോദ്യം? ആരാണ് ഹിന്ദു? ആരാണ് ഹിന്ദു? സ്വാമിജി എന്നോട് പറഞ്ഞത് അമ്പലത്തിൽ പോകുന്നവനാണ് ഹിന്ദു എന്നല്ല. എന്നോട് സ്വാമി പറഞ്ഞു, നിങ്ങൾ ഉള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഹിന്ദു, മറ്റാള് ജോർജ് തോമസ് ഹിന്ദു, ഇയാൾ ഗോപാലകൃഷ്ണൻ ഹിന്ദു. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഈ ഭൂപ്രദേശത്തിന്റെ ഇടയിൽ വസിക്കുന്ന സകല മനുഷ്യർക്കും വിളിക്കുന്ന പേരാണ് ഹിന്ദു. അത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ജാതി മതവർഗങ്ങളും എല്ലാ മനുഷ്യരും ഹിന്ദുക്കളാണ്. അപ്പൊ മുസ്ലിമായ ഹിന്ദു, ഹിന്ദുവായ ഹിന്ദു, ക്രിസ്ത്യാനിയായ ഹിന്ദു, കമ്മ്യൂണിസ്റ്റുകാരനായ ഹിന്ദു, നിരീശ്വരവാദിയായ ഹിന്ദു, അങ്ങനെ പല ഹിന്ദുക്കളും എല്ലാ ഹിന്ദുവാണ്. ആ സ്വാമി എന്നോട് പറഞ്ഞു. എന്നാൽ സ്വാമിജിയുടെ അർത്ഥം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഞാൻ ഒന്നുകൂടി നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ നോക്കുകയാണെങ്കിൽ ആരാണ് ഈ ഹിന്ദുക്കള്? ഞാൻ പറഞ്ഞല്ലോ, മൂസാ നബിയുടെ അനുയായികളാണ് യഹൂദികൾ, ഈസാ നബിയുടെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ, ഇബ്രാഹിം നബിയുടെ അനുയായികളാണ് ഹിന്ദുക്കൾ. തെളിവുണ്ട്, വെറുതെ പറഞ്ഞതല്ല. ഇബ്രാഹിം നബിയുടെ അനുയായികളാ ഹിന്ദുക്കൾ. ഇബ്രാഹിം എന്ന പേര് അറബിയല്ല എന്ന് എല്ലാ മുസ്ലിംമാർക്കും അറിയാം. ഇബ്രാഹിം എന്ന പേര് അറബിയല്ല. അതേത് പേരാ? അതേത് ഭാഷയാ? പേർഷ്യൻ ഭാഷയാ. പേർഷ്യ എന്ന് പറഞ്ഞ ഏതാ? ദുബായും അബുദാബിയും റാസൽ ഖൈമയൊന്നും പേർഷ്യയിൽ പെട്ടതല്ല. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ, ഇറാഖ്, ഇറാൻ, ഇറാഖ്, ഇത് രണ്ടും കൂടുമ്പോഴാണ് പേർഷ്യ ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബി ജനിച്ച രാജ്യം ഇറാഖിലെ ബാബിലോണാണ്. 5000 കൊല്ലം മുമ്പ് ഇറാഖിലെ ബാബിലോണിൽ നിന്ന്, മധ്യേഷ്യയിൽ നിന്ന് കയറി വന്നവരാണ് ഈ രാജ്യത്തെ സവർണന്മാർ എന്ന് പറയുന്ന ആര്യന്മാർ. ഇബ്രാഹിം നബിയുടെ ശിഷ്യന്മാരാണ് ആര്യന്മാർ, സവർണർമാർ. ഇനി തെളിവ്, നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുടെ ആരാധനാലയമായ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുടെ പ്രധാന ആരാധന എന്താ? ക്ഷേത്രത്തിലെ പ്രധാന ആരാധന എന്താ? പ്രദക്ഷിണം. ഗുരുവായൂരമ്പലായാലും, അതുപോലെ തന്നെ സ്വാമി അയ്യപ്പന്റെ അമ്പലമായാലും, തിരുപ്പതി ആയാലും, അതുപോലെ തന്നെ മധുര ആയാലും, അതുപോലെ തന്നെ മറ്റ് ഏത് അമ്പലമായാലും ആ ക്ഷേത്രത്തിലെ പ്രധാന ഇബാദത്ത്, ആരാധന എന്താണ്? പ്രദക്ഷിണം. എന്നാൽ മുസ്ലിമീങ്ങൾ പ്രദക്ഷിണം വെക്കുന്ന ഒരു ഏകമുണ്ട്. ഇന്നവല ബൈത്തിൻ വുദിയലിന്നാസിലല്ലദീ ബിബക്കത മുബാറക. മോനെ, ലോകത്താദ്യമായി ഉണ്ടാക്കപ്പെട്ട അമ്പലം, ലോകത്താദ്യത്തെ പള്ളി, ലോകത്താദ്യത്തെ ചർച്ച് എവിടെയാണത്? സൗദി അറേബ്യയിലാണ്, മക്കയിലാണ്. പരിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. ഭൂമിയിൽ മനുഷ്യവർഗത്തിന് ആരാധിക്കാൻ വേണ്ടി അള്ള പണിത ആദ്യത്തെ അമ്പലം, പള്ളി, ചർച്ച്, അത് വിശുദ്ധമായ കഅബയാണ് കേട്ടോ. ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി ചെല്ലുന്ന നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത്? കഅബത്തിന്റെ അടുത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ആരാധന തവാഫാണ്. അറബിയിലെ തവാഫ്, മലയാളത്തിൽ പ്രദക്ഷിണമാണ്. ഈ തവാഫിനെ ഏകീകരിക്കപ്പെട്ട പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബിനെ അല്ലാഹ് ബഹുമാനിച്ച മഹാനാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞു കിടക്കുന്ന കല്ല് പരിശുദ്ധ കഅബാലയത്തിന്റെ മുമ്പിൽ സ്വർണ്ണക്കൂട്ടിലിട്ടിട്ട് ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞു കിടക്കുന്ന കരിങ്കല്ല് സ്വർണം പൂശി വെച്ചിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ, അത് മഖാമു ഇബ്രാഹിം, മഖാമു ഇബ്രാഹിം മുസല്ല. തവാഫ് ചെയ്ത് കഴിഞ്ഞ ഏത് വിശ്വാസിയും ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞു കിടക്കുന്ന കല്ലിന്റെ നേരെ പിന്നിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കണം കേട്ടോ.
ഇന്ന് കാണുന്ന തവാഫിനെ ഏകീകരിക്കപ്പെട്ടത് ഇബ്രാഹിം നബിയാണ്. തവാഫ് ചെയ്യുമ്പോ വേറെയും നിബന്ധനകളുണ്ട്. ഇഹ്റാം കൊണ്ട് നിയ്യത്ത് ചെയ്ത ആള് തവാഫ് ചെയ്യുമ്പോ ഷർട്ട് ധരിക്കാൻ പാടില്ല. അമ്പലത്തിൽ കയറുന്നവന് ഷർട്ട് ധരിക്കാൻ പാടില്ല. എന്നാൽ അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുന്ന ജാതികള് പൂനൂല് ധരിക്കുന്ന ഒരേർപ്പാട് നിങ്ങൾ കണ്ടിട്ടില്ലേ? പരിശുദ്ധ കഅബാലയത്തിൽ നടക്കുന്ന തവാഫിന്റെ ഉംറയുടെയോ ഹജ്ജിന്റെയോ തവാഫാണെങ്കിൽ ആദ്യത്തെ 3 തവാഫിൽ ഇൽത്തിബാഇ സ്വീകരിക്കൽ സുന്നത്താണ്. എന്താണ് ഇൽത്തിബാഅ്? ഇൽത്തിബാഅ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ജാതിക്കാര് ധരിക്കുന്ന പൂനൂല് പോലെ, മേൽമുണ്ട് പോലെ വസ്ത്രം മടക്കിട്ട് പൂനൂലിടുന്ന പോലെ ഇട്ടിട്ട് കഅബത്തിന്റെ മുമ്പില് 3 തവാഫ് ചെയ്യണം. അത് സുന്നത്താണ്. ഇന്ന് സവർണ വിഭാഗത്തിൽ കൊണ്ടുപോയി നടക്കുന്നത്. ഇബ്രാഹിം എന്ന പേര് അബ്രഹാമിൽ നിന്നുണ്ടായതാണ്. അബ്രഹാം എന്ന പേര് ബ്രാഹ്മണിൽ നിന്നുണ്ടായതാണ്. ഇബ്രാഹിം അബ്രഹാം ബ്രഹ്മണ. ഇബ്രാഹിം അബ്രഹാം ബ്രഹ്മണ. ആരും അന്യരല്ല. കണ്ട, നമ്മുടെ എളാപ്പാട മൂത്താപ്പാട മക്കളാണ് യഹൂദികളും ക്രിസ്ത്യാനികളും. പക്ഷെ തമ്മിത്തല്ല എന്നൊരു കുഴപ്പമേ ഉള്ളൂ. അത് പേട്ടനും വാപ്പയും ഈ മക്കളും അടിയില്ലേ? പുറത്തല്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നവരാ മുസ്ലിങ്ങള്. ഈസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നവരാ മുസ്ലിങ്ങള്. ഇബ്രാഹിം നബിനെ അംഗീകരിക്കുന്നവരാ മുസ്ലിങ്ങള്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലുള്ള എല്ലാ നബിമാരെയും അവര് കൊണ്ടുവന്ന വിശ്വാസത്തെയോ ആ സംസ്കാരത്തെ മുഴുവൻ അംഗീകരിക്കുന്നു. ഇതിലും വലിയൊരു മതസൗഹാർദ്ദം വേറെ ഏതുണ്ട്? ഈ മുസ്ലിങ്ങളാണോ തീവ്രവാദി? ഈ മുസ്ലിങ്ങളാണോ ഭീകരവാദി? കഥയറിയാതെ ആട്ടം കാണുക. ചരിത്രത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ ഇസ്ലാം തീവ്രവാദമാണെന്ന് പറയാൻ ഹിന്ദുവിനാവില്ല. കാരണം ഹിന്ദു നമ്മുടെ ഏറ്റവും വലിയ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ശിഷ്യന്മാരാ. ക്രിസ്ത്യാനിക്കാവില്ല. നമ്മുടെ മൂത്താപ്പയായി വരുന്ന ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ ശിഷ്യന്മാരാ. യഹൂദികൾക്കാവില്ല. കാരണം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാരാ, അനുയായികളാണ്. ചരിത്രം അങ്ങനെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ റസൂലുള്ളാന്റെ പേരെന്നെ കൽക്കി അവതാരം പറഞ്ഞത് മഹാമതി ശിഷ്യസാഗ സമന്വിത നിർഭാഞ്ചേവ മഹാദേവ മരുസ്ഥല നിവാസിന ലിംഗച്ഛേദ ശിഖാഹീന ശ്രുമസധാരി സദോഷക. മഹാമദ് എന്നല്ലേ പ്രവാചകനെ പറ്റി പറയുന്നത്? മുഹമ്മദ് നബിയുടെ പേര് മഹാമദ് എന്നാ പറയുന്നത്. സംസ്കാരങ്ങളൊന്നാ കാനന്നാസ് ഉമ്മത്തം വാഹിദ. പരിശുദ്ധ ഖുർആൻ പറയുന്നു മനുഷ്യന്മാരെ കൊന്ന പിന്നീട് വ്യത്യസ്ത ഗോത്രങ്ങളും സമുദായങ്ങളൊക്കെ ആയിട്ട് വേർപെട്ടു പോയതാ. കാലം നമ്മളെ അകറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഹിന്ദുക്കള്, പ്രിയപ്പെട്ട ക്രിസ്ത്യാനികള്, പ്രിയപ്പെട്ട മതചിന്താഗതിക്കാര്, മതമില്ലാത്തവര്, അവരെയും നമ്മൾ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നില്ല. ഖുർആൻ വിളിച്ചു പറഞ്ഞത് മതമില്ലാത്തവരോടൊന്നും കൊല്ലണം എന്നല്ല. ഹിന്ദുക്കളെയൊക്കെ കൊല്ലണമെന്ന് ഖുർആനിലില്ല. ക്രിസ്ത്യാനികളെ കൊന്നുകളയണമെന്ന് ഖുർആനിലില്ല. യഹൂദികളെ കൊന്നുകളയണമെന്ന് ഖുർആനിലില്ല. അവരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കണം എന്നാ ഖുർആനിലുള്ളത്. നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിനും ഞങ്ങൾ ആരാധിക്കുന്നില്ല. പക്ഷേ ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് നിങ്ങളുടെ മതം. അതാണ് യഥാർത്ഥ മതേതരത്വം. അതാണ് യഥാർത്ഥ ജനാധിപത്യം. അതാണ് യഥാർത്ഥ സോഷ്യലിസം. അത് ഇസ്ലാം ലോകത്ത് കാഴ്ചവെച്ചു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ യുഗത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. കുമാരനാശാൻ 921 മലബാർ കലാപം നടക്കുന്ന സമയത്ത് ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ദുരവസ്ഥ. ആ ദുരവസ്ഥയിൽ ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ ആളാ കുമാരനാശാൻ. പക്ഷെ അദ്ദേഹം ആലപ്പുഴയിൽ ഇരുന്ന് എഴുതിയ പുസ്തകം അത്. മലപ്പുറത്ത് പോയി കണ്ടിട്ടല്ല എഴുതിയത്. ആരോ പറഞ്ഞുകൊടുത്ത ചില ചരിത്രം കേട്ട് എഴുതി വെച്ചതാ. പിന്നീട് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങുകയും മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ദുരവസ്ഥ എഴുതിയതിന്റെ പേരില്. അങ്ങനെ വിമർശിക്കാൻ വേണ്ടി എഴുതിയ ആ ദുരവസ്ഥയില് നിങ്ങൾ വായിച്ചു നോക്കിയാ കാണാ ഇസ്ലാം മതം 14 കോടി എങ്ങനെ ഉണ്ടായി. മുസ്ലിങ്ങൾ വരുന്നതിന്റെ 500 കൊല്ലം മുമ്പേ, മാലിക് ദീനാറും പാർട്ടി ഇവിടെ പള്ളിണ്ടാക്കുന്നതിന്റെ 500 കൊല്ലം മുമ്പേ സെന്റ് അന്തോണീസ് പുണ്യവാളനും കൂട്ടരും ഇവിടെ ക്രിസ്തുമത പ്രചരണം നടത്തി. ഇന്ത്യയിൽ ക്രിസ്ത്യാനി 4-5 കോടി മാത്ര. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 14.6 കോടിയാ.
എങ്ങനെ വന്നു ഇത്ര വലിയൊരു ജനറേഷൻ? ചില ആളുകൾ അവിടെ സംശയിച്ചു പോയത് മുസ്ലിങ്ങളൊക്കെ ഇഷ്ടം പോലെ പെണ്ണ് കെട്ടി മക്കളെ ഉണ്ടാക്കുന്ന ആൾക്കാരാ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇന്നാൾ പ്രസംഗിക്കുക ഒരു സ്ഥലത്ത്, എങ്ങനെ ഈ വിറ്റങ്ങൾ കൂടുതലില്ലാതിരിക്കുക? ഓരോ രാജ്യന്മാരും മൊയ്ലിയന്മാരും 4 5 ഒക്കെ കെട്ടിയിരിക്കുക, ഓരോന്നിലും 10 15 മക്കള്. ഒരു പാർലമെന്റ് ഇലക്ഷന് നിന്നാൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ മാത്രമുള്ള കുട്ടികൾ ഓരോരുത്തർക്കും ഉണ്ട്. നിങ്ങളൊരു സർവേക്ക് തയ്യാറാവണം, നിങ്ങളൊരു നിഷ്പക്ഷമായ സർവേക്ക് തയ്യാറാവണം. ഈ സമുദായത്തിൽ എത്ര ആള് ബഹുമാനിത്വം സ്വീകരിച്ചവരുണ്ട്? വേണമെങ്കിൽ ഇവിടെ തന്നെ നടത്താം, ചലഞ്ച് ബൈ ചലഞ്ച് ഇവിടെ വേണമെങ്കിൽ നടത്തി കളയാന്ന്. ഈ സർവേ മണ്ണാങ്കട്ടാന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാരെ മാത്രം പോക്കറ്റിന് കുത്തക എന്നല്ല. ഇതിപ്പോ സർവേ എന്ന് പറഞ്ഞ് വലുതാക്കുന്ന പോലെ നല്ല സംഗതി. ചെറിയ ഭാര്യ ആവശ്യം, ഒരു നോട്ട് പുസ്തകവും ഒരു പേനയുണ്ടായാൽ ഇവിടെ ഒരു ചരട് കെട്ടുക. വയല് കഴിഞ്ഞ് പോകുമ്പോ പറയാം ആണുങ്ങളൊക്കെ ഒരു വഴി, പെണ്ണുങ്ങളൊക്കെ ഒരു ലൈൻ. ഇറങ്ങുമ്പോ ചോദിക്കാം പേരെന്താ? മുഹമ്മദ്. വയസ്സ് എത്രയാ? 54. കുട്ടികൾ എത്ര? 3. ഭാര്യ എത്ര? 1. അടുത്ത ആളെ വിളിക്ക്. പേരെന്താ? അബൂബക്കർ. വയസ്സ് എത്ര? 45. കുട്ടികൾ എത്ര? 5. ഭാര്യ എത്ര? 1. ഈ ഒരുമിച്ച് കൂടിയ മജ്‌ലിസിലെ 2% ആളുകൾ പോലും ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചവരില്ല എന്ന് ഏത് അതോറിറ്റിയുടെ മുമ്പിലോ നമുക്ക് വെല്ലുവിളിയോടെ പറയാനുണ്ട്. ഈ രാജ്യത്ത് ഏറ്റവും അധികം ബഹുമാനിത്വം സ്വീകരിച്ചവര് സവർണവർഗത്തിലാണ്. 6.2 ആധുനിക ഇന്ത്യയുടെ ചരിത്രമാണ് അതാ കണക്കാണത്. 6.2% ആളുകള് ബഹുമാനിത്വം സ്വീകരിച്ചവര് സവർണന്മാരുടെ ഇടയിലാണ്, മുസ്ലിങ്ങളുടെ ഇടയിലല്ല. പിന്നെ ഈ സമുദായത്തിൽ ആളുണ്ടാവാനുള്ള കാരണം അത് കുമാരനാശാന്റെ അധ്യായം വായിച്ചു നോക്കിയാ കാണാം. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടത് ചെറുമൽ പോയി തൊട്ടിയിട്ടാൽ ചിത്രാമവേനത്ത് ചാരത്തിടുന്നിട ചറ്റും പേടിക്കണ്ട നമ്പൂരാരെ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തോ തമ്മിലുള്ള തെരിങ്ങിന് ഒട്ടല്ല ഹോജാതി കോമരങ്ങൾ ആട്ടും വിലക്കും വഴി ആട്ടും മറ്റുമി കൂട്ടർ സഹിച്ചീറ്റോടിമുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയായിട്ടാണ് കെട്ടുകഴിഞ്ഞ നമ്പൂരി മതം. കുമാരനാശാമ്പാടി കേരളത്തിങ്കൽ മുസൽമാൻ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകാടലിൽ ചീറും തിരകൾ കടന്നോരിമാലയ മേറിയ വന്നവരേറെയില്ല. കാലകുമാരനാശാൻ ഫീ കിതാബി ദുരവസ്ഥ മൂപ്പര് പറയാ. എന്താ പറയണത്? ചീറും തിരകൾ കടന്നോരിമാലയമേറിയ വന്നവർ ഏറെയില്ല. ഹിമാലയ പർവ്വതം ചാടിക്കടന്ന് അറബിക്കടലിന്റെ തിരമാലകൾ പേടിച്ച് ഇവിടെ മതപ്രചരണത്തിന് വന്നവർ ഏറെയില്ല. 14 ആളെയുള്ളൂ. പിന്നെ ഇവിടെ എന്താ നടന്നത്? ഇസ്ലാം മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഇവിടെ വല്ല യുദ്ധം നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കുമാരനാശാന്റെ ദുരവസ്ഥ അക്കട്ട് പറയും. കുമാരനാശാൻ എഴുതി ഈ രാജ്യത്തെ മുസ്ലിങ്ങള് ഇത്ര വലിയ ജനസംഖ്യ അതിന്റെ പിറകില് പെണ്ണ് കെട്ടിയതല്ല, സന്താനോത്പാദനമല്ല, ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടു പിന്നാക്ക വർഗങ്ങള്, ഐക്യം പ്രഖ്യാപിച്ചവര്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യപ്പെട്ടവര്, അവർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കയറി വന്നു. എങ്ങനെയാ വന്നത്? എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ചെറുമൽ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനെത്തി ചാരത്തിടുന്നിട ചറ്റും പേടിക്കണ്ട നമ്പുരാരേ. മിനിഞ്ഞാന്ന് വരെ സവർണത്തമ്പുരാനെ കാണുമ്പോ 42 അടി അപ്പുറത്ത് മാറി നിന്ന് തലയെ കെട്ടയിച്ച് കക്ഷത്ത് വെച്ച് നിൽക്കേണ്ട ചെറമച്ചക്കൻ തൊപ്പിയിട്ട് മുസ്ലിമായി വന്നാൽ കുമാരനാശാൻ പറയാണ് ചറ്റും പേടിക്കണ്ട നമ്പുരാരേ. ആ ചെറമച്ചക്കനെ ആദ്യാരുടെ കൈ പിടിക്കാം, വലിയാരുടെ കൈ പിടിക്കാം, തങ്ങളുപ്പാപ്പാട് അടുത്തുക, പള്ളിയിലെ ഇമാമാവാം, പള്ളിയിലെ ഖത്തീബാവാം, പള്ളിയിലെ മുസ്ലിയാരാവാം. ഇന്നലെ ചെറമനായവൻ ഇന്ന് മുസ്ലിയാരായി പള്ളിയുടെ മെമ്പറയിൽ ഖുത്ബ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന മതമാണ് ഇസ്ലാം. മൈക്കിൾ ജാക്സൺ ഇസ്ലാമായി. നമ്മൾ പണം കൊടുത്തിട്ടാ? മൈക്കിൾ ജാക്സൺ ആരാ? 400 ആള് ലോക കോടീശ്വരന്മാരുടെ 400 ആളുടെ പേരെടുത്ത് നോക്കുമ്പോ അതിൽ 300 ചില്ലാനത്തിൽ പെടുന്ന ആളാ മൈക്കിൾ ജാക്സൺ. ഒരു പ്രോഗ്രാമിന് $2 കോടി പ്രതിഫലം വാങ്ങിക്കുന്ന ലോകം കണ്ട ഏറ്റവും വലിയ കലാകാരനാണ് മൈക്കിൾ ജാക്സൺ. ഒരു ദിവസം അദ്ദേഹത്തിന് ജയിലിലടച്ചു ഒരു ലൈംഗിക ആരോപണ കുറ്റത്തിന്റെ പേരിൽ. ജയിലിൽ കിടക്കുന്ന ജാക്സന് വിശുദ്ധ ഖുർആനിന്റെ ഒരു ട്രാൻസ്ലേഷൻ കോപ്പി വായിക്കാൻ കിട്ടി. ആ ജയിലിൽ കിടന്ന് വായിച്ച ഖുർആൻ ജാക്സന്റെ ഹൃദയത്തിൽ ഹിദായത്ത് നൽകി. ആ ഖുർആൻ വായിച്ച ജാക്സൺ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ പറഞ്ഞു, ഞാൻ ഇസ്ലാമാവാൻ. മുസ്ലിമായി ജാക്സൺ. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് അബ്ദുൽ അസീസ്.
ലോകത്തിലെ ഏറ്റവും വലിയ ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന കാഷ്യസ് ക്ലേ, ആള് ക്രിസ്ത്യാനിയായിരുന്നു. 3 വട്ടം ലോക ഹെവി ബോക്സിംഗ് ചാമ്പ്യനായ കാഷ്യസ് ക്ലേ, അദ്ദേഹത്തിന്റെ പേര് ഇപ്പം മുഹമ്മദ് അലി കാഷ്യസ് ക്ലേ എന്നാണ്. മുഹമ്മദ് അലി ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന അമേരിക്കയിൽ ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണ്. അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, പണം കൊടുത്തിട്ടല്ല. 32 കൊല്ലം യൂറോപ്പിൽ പള്ളിയിലെ ബിഷപ്പായിരുന്ന ദീദാദ്, നിങ്ങൾ കേട്ടു കാണും. ദീദാദ് വലിയ പ്രഭാഷകനായിരുന്നു. ദീദാദ് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. ഗൾഫ് നാടുകളിൽ സ്ഥിരമായി വായു പറയാൻ വരുന്ന ആളായിരുന്നു ദീദാത്ത്. 32 കൊല്ലം പള്ളിയിലെ ബിഷപ്പായിരുന്നു. അരമനയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ആ ബിഷപ്പ് ഇസ്ലാമിലേക്ക് കയറി വന്നു. ഒരു കയ്യിൽ ഖുർആനും മറ്റേ കയ്യിൽ ബൈബിളുമായി അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. ഇസ്ലാം ഭീകരവാദമല്ല, അഹമ്മദ് ദീദാദ് എന്ന് പേര് സ്വീകരിച്ചു. നമ്മൾ പണം കൊടുത്ത് ആളെ മാറ്റിയതല്ല ഈ കോലം. ആളുകളുടെ കൽബിലേക്ക് ഹിദായത്ത് വരുമ്പോ, ഇസ്ലാമിന്റെ ആദർശം കാണുമ്പോ ആളുകൾ സ്വയമേ ഇസ്ലാമിലേക്ക് വരികയാണ്. ഗുജറാത്തുകൾ ആവർത്തിക്കപ്പെടുമ്പോ, ഇറാഖുകൾ ആവർത്തിക്കപ്പെടുമ്പോ, ഇറാനികൾ ആവർത്തിക്കപ്പെടുമ്പോ, ചെച്ചനിയയും ബോസ്നിയയും ഫിലസ്തീനും കാശ്മീരും ആവർത്തിക്കപ്പെടുമ്പോൾ ഈ സമുദായത്തിന്റെ ജനറേഷന് കോട്ടം സംഭവിക്കാത്തത് ആളുകൾ കൂട്ടത്തോടെ ഇപ്പോഴും ഇസ്ലാമിലേക്ക് കയറി വരികയാണ്. അത് നമ്മളാരും എന്ന് പറഞ്ഞിട്ടൊന്നല്ല. ഇങ്ങനെ വയത് കേട്ടിട്ട് ഒരാള് ഇവിടെ വെച്ച് ഞാനിതാ മതം മാറി എന്ന് പറഞ്ഞ് മതം മാറ്റം നടത്തുന്നില്ല. നമ്മൾ പറയുന്നു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു ശരീരത്തിനോടും അതിന്റെ പരിധിയിൽപ്പെടാത്ത അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. മനസാക്ഷി അനുസരിച്ച് സത്യം ബോധ്യപ്പെട്ട് മനസ്സാൽ വന്ന് പറഞ്ഞാൽ മാത്രമേ അവൻ വിശ്വാസിയാവുകയുള്ളൂ. അതാണ് ഇസ്ലാം. അങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടി ലോകം മുഴുവൻ ഇസ്ലാം ആക്കണമെന്ന് നമുക്ക് കൽപ്പനയില്ല. എന്നാൽ കുറച്ച് മുസ്ലിം കുട്ടികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ഈ സമയത്ത് നമ്മൾ എന്തൊക്കെയോ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ചിലവർക്കൊരു ധാരണ, നമ്മൾ ആൾക്കാരെ കൂട്ടത്തോടെ അവിടെ മറ്റാൾ കൊന്നു. വേറെ ചില ആളുകൾ പറയുന്നു അമേരിക്ക നമ്മുടെ ആളുകളെ ചുട്ടരിച്ചു കൊല്ലുന്നു, നമ്മുടെ സഹോദരിമാരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒക്കെ ശരിയാ. അപ്പൊ മുസ്ലിയാരെ നമ്മളിങ്ങനെ ഭയന്ന് പറഞ്ഞ് നടന്നാൽ പോരല്ലോ. നമ്മളും വേണ്ടേ ഒരു 4 പിച്ചാത്തിയും 2 ബോംബും 4 RDX 4 തോക്കും ഒരു AK-47 ഒക്കെ ഉണ്ടാക്കി വെക്കണ്ടേ? അട്ടിച്ചോനെ 2 കൊടുക്കാതിരുന്ന എക്കാലത്ത് വായതും പറഞ്ഞ് നടന്നാൽ സംഗതി മതിയാവോ? പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ, ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോക്ക് നിരക്കാത്ത നിരുത്തരവാദിത്തപരമായ ഒരു ആദർശമാണ് നിങ്ങളുടെ കൽവിൽ വന്നിരിക്കുന്നത്. ഒരു തിരിച്ചടിയാണ് ഇസ്ലാമിന്റെ ആഗ്രഹമായിരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ യലാപ്പയായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊന്ന് ആ കൊടലെടുത്ത് കഴുത്തിലിട്ട് ആ കരട് ചവച്ചു തെറ്റി അല്ലാഹുവിന്റെ റസൂലിന്റെ യലാപ്പയുടെ ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞ്, യലാപ്പയുടെ വായിലെ പല്ലടിച്ചു കൊടിച്ചു കളഞ്ഞ്, യലാപ്പയുടെ കൈകാലുകൾ ഉള്ളിപ്പിണ്ടി നിൽക്കുന്നത് പോലെ മുറിച്ച് കൊത്തിക്കൂട്ടപ്പെട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ യലാപ്പയുടെ മയ്യത്ത് കബറടക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ അങ്ങ് കിടത്തിയപ്പോ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ജനാസ കണ്ടപ്പോ കൊടല് പുറത്താണ്, കണ്ണ് പുറത്താണ്, തലച്ചോറ് വാരി വിതറപ്പെട്ടിരിക്കുകയാണ്, പല്ലടിച്ചു കൊടിച്ചിരിക്കുകയാണ്, നാക്ക് വലിച്ചു പിഴുതെടുത്ത് കളഞ്ഞിരിക്കുകയാണ്, കൊടല് പുറത്താണ്, കരട് ചവച്ചു പുട്ടപ്പെട്ടിരിക്കുകയാണ്. വിരൂപമാക്കപ്പെട്ട മയ്യത്ത് കണ്ടപ്പോൾ റസൂലുള്ളാഹി വിതുമ്പിപ്പോയി. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, യാ അമ്മി യാ ഹംസ യാ കാശിഫൽ കർബാ, എന്റെ യലാപ്പയായ ഹംസ, ആരാണ് ഈ കുലദ്രോഹം അങ്ങയോട് ചെയ്തു പോയത്? അല്ലാഹുവിന്റെ റസൂല് നിലവിളിച്ചു പോയ, കരഞ്ഞുപോയ ദയനീയമായ രംഗമാണ് ഉഹദിൽ നടന്നത്. ആ യലാപ്പയായ ഹംസത്തിനെ കൊന്ന വഹ്ശി, എളാപ്പാടെ കരട് ചവച്ചു തുപ്പിയ 4ാം കിടപ്പെണ്ണ് ഹിന്ദ്, അവള് 2ആളും കൂടി വരിക്ക് മദീനയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് മാപ്പ് തരണം നബിയേ. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ ഒരൊറ്റ വെടി 2 3 ഗാന്ധി ഹർറമയ്യത്ത ഹരേ ശ്രീരാം കി ജയ്. ഗാന്ധി വിരളാമന്ത്രത്തിന്റെ ഉമ്മറത്ത് പെടഞ്ഞു മരിച്ചു. വെടിവെച്ചു കൊല്ലുക ചെയ്തത്. ഒരർത്ഥത്തിൽ വെടിയേറ്റ് മരിക്കുന്നത് ധീരമരണമാണ്, ധീരമരണമാണ്. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ കഴുമരത്തിൽ കിടക്കുമ്പോ വിളിച്ചു പറഞ്ഞത്. അമേരിക്കയുടെ പാവ ഗവൺമെന്റ് ചോദിച്ചു, അവസാനമായിട്ട് സദ്ദാമിന് വല്ലതും പറയാനുണ്ടോ?
സദ്ദാമിന് പറയാണ്ടായിരുന്നത് എന്നെ വെടിവെച്ചു കൊല്ലണം, തൂക്കിക്കൊല്ലരുത് എന്ന്. അത് ധീരമരണ, വെടിയേറ്റ് മരിക്കുക എന്നുള്ളത്. മഹാത്മാഗാന്ധി ധീരമരണം പ്രാപിച്ച ധീരനായിരിക്കുന്ന ഭാരതത്തിന്റെ പ്രിയങ്കരനായിരിക്കുന്ന രാഷ്ട്രപിതാവാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഹംസത്തുബിന് അബ്ദുൽ മുത്തലിബ് തങ്ങളെ കൊന്ന, ആ കരളെടുത്ത് ചവച്ചു തുപ്പിയ, അവിടുത്തെ ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞ അതേ വഹശിയും ഹിന്ദും കൂടി അഷ്റഫുൽ ഖൽഖ് ശഫീഉനാ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ എലി വിറക്കുന്ന പോലെ വിറച്ചു വന്നിട്ട് പറയാ, മുഹമ്മദേ, ഞങ്ങൾ അബദ്ധം ചെയ്തതാ, മാപ്പ് തരണം. ഇന്നത്തെ വാർത്താ മീഡിയകളിൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്താ? കരുണാനിധി പറഞ്ഞിരിക്കുന്നു LTT ഭീകര സംഘടനയാണ്, അല്ല, ആണ്, അല്ല, ആണ്, അല്ല. ഏതാണോ ശരിയെന്നറിയില്ല. ഒരിക്കൽ പറഞ്ഞു ആണ്, ഇപ്പൊ പറഞ്ഞു അല്ല, ഇപ്പൊ പറഞ്ഞു അല്ല, ഒരിക്കൽ പറഞ്ഞു ശരി. ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നു പുലികളുടെ നേതാവായിരിക്കുന്ന പ്രഭാകരൻ ഭീകരവാദിയല്ല. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ബെൽറ്റ് ബോംബ് വെച്ചുകൊണ്ട് നിഷ്കാസനം കൊലപ്പെടുത്തപ്പെട്ട ഒരു ഭീകര സംഘടനയാണ് LTT. ആ കാര്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ബെൽറ്റ് ബോംബ് വെച്ചുകൊണ്ടുവന്ന സംഘടനയാണ്. അത് ഭീകരവാദിയല്ല എന്ന് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? രാജീവ് ഗാന്ധിയുടെ ശരീരം പെട്ടെന്ന് കഷ്ടമാക്കപ്പെട്ടത് LTTയുടെ ബെൽറ്റ് ബോംബ് കൊണ്ടാണ്. മഹാനായിരിക്കുന്ന ഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയെ നമ്മൾ കൊന്നു. പകരം അള്ളാന്റെ റസൂലിന്റെ എളാപ്പാനെ വെറുതെ ഒരു വാളുകൊണ്ട് വെട്ടിക്കൊല്ലല്ല ചെയ്തത്. കൊടല് വലിച്ച് പുറത്തിട്ട് ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞ് കരള് ചവച്ച് തിന്നു, കുറച്ച് തുപ്പി, കൊടലെടുത്ത് മാലിട്ടിട്ട് ഹിന്ദ് ഹംസത്തിന്റെ തലങ്ങ് മുറിച്ചെടുത്തു കയ്യില്. എന്നിട്ട് കയ്യിലുള്ള കടാര കൊണ്ട് തലച്ചോറങ്ങ് ചൊരണ്ടി ഉള്ളു കൈയിട്ട് തലച്ചോറ് മാന്തിക്കളഞ്ഞു. തിരിച്ചു പിടിച്ചപ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തല ഒരു പാത്രം പോലെയായി. എന്നിട്ട് ഹിന്ദ് അലറി വിളിച്ചു, ഒരു കുപ്പി കല്ല് കൊണ്ടുവാ, എനിക്ക് ഹംസയുടെ തലയിൽ കല്ല് പാർന്നു കുടിക്കണം. അത്ര വലിയ ധിക്കാരം കാണിച്ച ആ പെണ്ണ് അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിൽ വന്ന് പറഞ്ഞു, എനിക്ക് മാപ്പ് തരുമോ മുഹമ്മദേ? കൊടുക്കണോ മോനെ? അള്ളാഹുവിന്റെ റസൂൽ എന്തേ ചെയ്തത്? അള്ളാഹുവിന്റെ റസൂൽ വശിയോട് പറഞ്ഞു, മോനെ വശീ, എന്റെ പ്രിയപ്പെട്ട എളാപ്പാനെ ചാട്ടുളി എറിഞ്ഞുകൊണ്ട് കൊന്നവെന്ന് ഇയാള്, എന്റെ എളാപ്പയുടെ കരള് ചവച്ചു തുപ്പിയവളെന്ന് ഇയാള് എനിക്കറിയാം. അള്ളാന്റെ റസൂല് പറയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ നിരുപാധികം മാപ്പ് തന്നിരിക്കുന്നല്ലോ. കാരണം വൽഉദുറു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു. ഇസ്ലാം മാപ്പിന്റെ മതമാണ്, സൗഹാർദ്ദത്തിന്റെ മതമാണ്, വിട്ടുവീഴ്ചയുടെ മതമാണ്, സഹനത്തിന്റെ മതമാണ്. അടിച്ചവനെ തിരിച്ചടിക്കേണ്ട മതമല്ല ഇസ്ലാം, പ്രതികാരം നടത്തേണ്ട മതമല്ല ഇസ്ലാം. ഖുർആനിൽ അല്ലാഹു പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയേ, ലോകത്തിലുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും BJP-ക്കാർക്കും RSS-കാർക്കും ഇസ്രായേൽക്കാർക്കും അമേരിക്കക്കാർക്കും ബജറംഗളുകാരനും അതുപോലെ തന്നെ LTT-കാരനും എല്ലാ ഭീകരവാദികൾക്കും എല്ലാ നന്മയുടെ വാദികൾക്കും എല്ലാ ജന്തുജീവജാലങ്ങൾക്കും എല്ലാ അചേതന സചേതന വസ്തുക്കൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ നിങ്ങളെ പറഞ്ഞയച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലങ്ങ് എറിഞ്ഞു മുറിച്ചിട്ട് തായിഫിൽ ചെന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കാലിന് രക്തം ഇങ്ങനെ ചീറ്റി വരുന്ന സമയത്ത് മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ ഇറങ്ങി വന്ന് ചോദിച്ചല്ലോ, നബിയേ, അങ്ങയുടെ കാലെറിഞ്ഞ് തകർത്ത ഈ തായിഫിലുള്ള ജനങ്ങളെ അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, സമ്മതാണെങ്കിൽ അങ്ങ് തകടം മറിച്ച് ഭൂമി കുലുക്കണ്ടാക്കി നശിപ്പിച്ച് കളയാൻ ഞങ്ങളിത് ചെയ്യട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ജിബ്രീലേ, അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി വ ഇന്നഹും ലാ യഅലമൂന ശൈആ. വിവരമില്ലാത്ത ഈ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ സഹനത്തിന്റെ കാരുണ്യത്തിന്റെ നേതാവാണ്. അടിച്ചവനെ തിരിച്ചടിക്കേണ്ട മതമല്ല ഇസ്ലാം, കൊന്നവനെ തിരിച്ചു കൊല്ലേണ്ട മതമല്ല ഇസ്ലാം.
വിനയവും വിട്ടുവീഴ്ചയും കൊണ്ട് ജനങ്ങള് സന്മാർഗത്തിലേക്ക് നയിക്കേണ്ടവരാണ് നമ്മൾ ലോകത്തിലെ ഏറ്റവും നല്ല സമുദായമാവേണ്ടവരാണ്. നമ്മൾ ഭീകരവാദികളാവേണ്ടവരല്ല, നമ്മൾ തീവ്രവാദികളെന്ന് പേര് കേൾക്കേണ്ടവരല്ല. അതുകൊണ്ട് ഈ വാതിൽ പങ്കെടുത്ത ചെറുപ്പക്കാരായ മുസ്ലിം യുവാക്കളോട് പറയാണ്, നമ്മള് ഭീകരവാദികളെന്ന് പറയുന്നവരോട്, നമ്മളെ ആക്ഷേപിക്കുന്നവരോട്, നമ്മളെ പിന്തിരിപ്പന്മാരെന്ന് പറയുന്നവരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്നേഹം കൊണ്ടവർക്ക് മറുപടി കൊടുക്കൂ, പ്രവൃത്തി കൊണ്ട് തിരുത്തൂ. അള്ളാഹുവിന്റെ മതത്തെ അവർ നിഷ്പക്ഷമായി മനസ്സിലാക്കാനുള്ള അവസരം സൃഷ്ടിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നാം ഈ ജീവിക്കുന്ന യുഗം വല്ലാത്ത യുഗമാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞു, ഖിയാമത്ത് നാളെന്ന് പറയുന്ന ലോകാവസാനത്തിനോട് അടുത്ത കാലമാണ് ഈ കാലം. ഈ കാലത്തിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് പ്രതിസന്ധി കൊണ്ട് വിഷമിച്ച കാലമാണ്, വല്ലാത്ത വിഷമമുള്ള കാലമാണ്. അതുകൊണ്ട് അബദ്ധം വല്ലാതെ സംഭവിക്കുന്ന കാലമാണ്. ഈ കാലത്തൊരു ഒറിജിനൽ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയാ. മുസൽമാന്റെ എക്സാമ്പിള് റസൂലുള്ള പറയാണ്, തീക്കട്ട കയ്യെ പിടിച്ചവനെ പോലെയാണ്. ഖാല റസൂലുള്ളാഹ്. എന്നിട്ട് ആ റസൂലുള്ള നമ്മളോട് പറഞ്ഞു, മോനെ, ഖിയാമത്ത് നാളിന്റെ വക്കത്ത് ജീവിക്കുന്ന നിങ്ങളോട് റസൂലുള്ള പറയാണ്, 15 അടയാളം നിങ്ങളുടെ കണ്ണിൽ കണ്ട പിന്നെ ഖിയാമത്ത് നാളിന് കൈകൊണ്ട് ദിവസം എണ്ണിക്കോ. വാതിന്റെ മജ്‌ലിസിലിരിക്കുന്ന നിങ്ങൾ ഹൃദയത്തിലൊന്ന് കുറിച്ചു വെച്ചോ. റസൂലുള്ള പറഞ്ഞ 15 അടയാളം വന്നോ വന്നില്ലേ? ഞാനങ്ങ് എണ്ണി പറഞ്ഞുതരാം. റസൂലുള്ള പറഞ്ഞ 15 അടയാളം വന്നോ വന്നില്ലേ? ഒന്നാമത് റസൂലുള്ള പറഞ്ഞു, ലോകാവസാനമായാൽ ആദ്യത്തെ ലക്ഷണം ഇത് ഭരണാധികാരികൾ പൊതുഖജനാവ് കട്ടുവിഴുങ്ങുന്ന കാലം. ഖിയാമത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാ. ഖാല റസൂലുള്ളാഹി. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കോടിക്കണക്കിന് രൂപ പൊതുഖജനാവ് കട്ടുമുടിക്കുന്ന കാഴ്ച ലൈവായും മറ്റായും കേൾക്കുന്നു, കാണുന്നു. സുബ്ഹാനല്ലാഹ്, ലോകത്ത് നടക്കുന്നതല്ലേ. രണ്ടാമത്തെ അനുഭവം റസൂലുള്ള പറയാണ്, വൽ അമാനത്തു മഗ്നമാ. ലോകത്ത് ഒരാളെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ ലോകത്തെ ഏറ്റവും അധികം വിശ്വസിക്കേണ്ടത് ആരനെ? കൂടെ കിടക്കുന്ന ഭാര്യനെയല്ല, ഉണ്ടാക്കിയ മക്കളെയല്ല, നമ്മുടെ കൂടെ ഇരിക്കുന്ന വാപ്പാനിയല്ല. വിശ്വസിക്കണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ലോകത്തിൽ ഏറ്റവും അധികം വിശ്വസിക്കേണ്ടത് പ്രസവിച്ച ഉമ്മയെ ആണ്. ഉമ്മാനേക്കാൾ വലിയ വിശ്വസ്ത ലോകത്ത് വേറെയില്ല. അതുകൊണ്ടായി കർട്ടന്റെ അപ്പുറത്തിരിക്കുന്ന സ്ത്രീകളുടെ ദർജ ചില്ലറയല്ല. ഇസ്ലാമത എന്ത് സ്ഥാനാവൾക്ക് കൊടുത്തത് എന്ന് ചോദിച്ചാൽ, മൊയ്ലിയാരായാലും തങ്ങളായാലും ഖാദിയായാലും ഖുദാത്തായാലും ഏവനായാലും മാതാവിന്റെ പൊരുത്തല്ലെങ്കിൽ അവൻ സ്വർഗത്തിലല്ല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മാതാവിന്റെ കാലിന്റെ കീഴിലാണ് അവർക്കുള്ള സ്വർഗമെന്ന് ഖാല റസൂലുള്ളാഹി. കേട്ടോ? അപ്പൊ ഏറ്റവും അധികം വിശ്വസിക്കേണ്ടത് ഉമ്മയാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ വായിച്ചില്ലേ പത്രത്തില്? സ്വന്തം ഉമ്മയും മകനും കൂടി ലൈംഗിക ബന്ധം നടത്തുന്നത് കണ്ടുവന്ന പിതാവ് മകനെയും ഉമ്മയെയും വെടിവെച്ചുകൊന്ന് പടയെടുത്തുകൊണ്ടാണ് പത്രം പ്രസിദ്ധീകരിച്ചു അമേരിക്കയില്. അത് അമേരിക്കയിലെ കഥയാണെങ്കിൽ കേരളത്തിലെ കഥ കേട്ടോളൂ. കണ്ണൂർ ജില്ലയിലെ ഇരട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ബേബി എന്ന് പറയുന്ന വിളിക്കുന്ന അച്ഛൻ 2 പ്രാവശ്യം മകളെ ഗർഭിണിയാക്കി കണ്ണൂർ കോടതി അയാളെ ശിക്ഷിച്ചിരിക്കുന്നു. മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും എറണാകുളം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും സമാനമായ നിരവധി സംഭവങ്ങൾ ഉണ്ടായി. അച്ഛന്റെ ലൈംഗിക പീഡനം സഹിക്കവയ്യാഞ്ഞിട്ട് കോടതിയിൽ വിങ്ങിപ്പൊട്ടിപ്പോയ മകള്, അച്ഛന്റെ 7 കുട്ടികളെ പ്രസവിച്ചു പോയ മകള് ജുഡീഷ്യറിയുടെ മുമ്പിൽ വിലങ്ങലിച്ച് ഞെട്ടിപ്പോയ സംഭവം നമ്മൾ ലൈവായി കാണുക. അള്ളാന്റെ റസൂല് പറയുന്നു, ഖിയാമത്ത് നാളിന്റെ 2ാമത്തെ അടയാളം, ഒരാളെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലം വരും ഇവിടെ. വല്ലമാനത്തു മകനമാ. വാപ്പാന്റെ കൂടെ മകളെ കിടത്തി ഉറക്കാൻ വയ്യാത്ത കാലം വന്നു. ഉമ്മാന്റെ കൂടെ മകനെ പറഞ്ഞയക്കാൻ പറ്റാത്ത കാലം വന്നു. ആങ്ങളയുടെ കൂടെ പെങ്ങൾക്ക് പോകാൻ പറ്റാത്ത കാലം വന്നു. ഒരാൾക്കും വിശ്വാസമില്ല ഇവിടെ. ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇവിടെ.
മൂന്നാമത് റസൂലുള്ള പറയുന്നു വസ്സകാത്തു മഗ്റമാ, മുതലാളിമാര് ശരിക്ക് സകാത്ത് കൊടുക്കാതെ പാവങ്ങളുടെ ഗതി അപകടത്തിലാകുമെന്ന് ഖാല റസൂലുള്ളാഹി. സാമ്പത്തിക മാന്ദ്യാണില്ല മോനെ. ഈ ജൂൺ മാസം തീരുമ്പോഴേക്കും ഗൾഫ് നാടുകളിൽ നിന്ന് 5 ലക്ഷം ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് പറക്കാനിരിക്കുകയാണ്. പ്രത്യേകത എന്താവട്ടെ, നമുക്ക് പേടിയൊന്നുമില്ല. നമ്മളിപ്പോ ആകാശം പുകടുന്ന് വെച്ചിട്ട് നമ്മുടെ ഒരു പന്തലിടുക എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. അതൊക്കെ ഗുട്ടൻസാ, വെറുതെ പറ്റിക്കളിച്ചാന്നാ ഞാൻ പറയുന്നത്. മതത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഖുർആനിൽ അല്ലാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഒരു ജീവിനെ അള്ളങ്ങ് പറഞ്ഞ് പടച്ചു വിടുമ്പോ അതിന്റെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വായു, ഇത് ഇവിടെ നേരത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടല്ലാതെ ഒരു ജീവിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അത് ശരിയാണ്. ഇവിടെ വലിയൊരു കൺഫ്യൂഷൻ ഇപ്പൊ ഉണ്ടാവാൻ പോവുക. സാമ്പത്തികം വലിയ പ്രശ്നമാണ്. പണ്ട് നമ്മളോട് പറഞ്ഞിരുന്നതാ കുടുംബാസൂത്രണം വാജിബാക്കൂ. പണ്ട് ഈ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ മുകളിൽ എഴുതി വെച്ചിരുന്നു, കുട്ടികൾ 3 മതി, 4ാമത്തത് വേണ്ട. പിന്നെ 10 കൊല്ലം കഴിഞ്ഞപ്പോ തിരിച്ചായി, കുട്ടികൾ ആണായാലും പെണ്ണായാലും വേണ്ടില്ല, 1 മതി. ഇപ്പോ പുതിയൊരു മുദ്രാവാക്യം, ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടി വേണ്ടേ വേണ്ട, നമുക്ക് ഫ്രീമാനായി നടക്കാലോ. പാശ്ചാത്യ ചിന്താഗതി. അതിന് കാരണം പറഞ്ഞത് നമ്മൾ എങ്ങോട്ടൊക്കെ കുട്ടികളിവിടെ കൂടുതലുണ്ടായ ഭക്ഷ്യസ്കമ്മി ഉണ്ടാവും, ഇവിടെ പ്രത്യാഘാതം ഗുരുതരാവും, സമുദ്രത്തിലെ വെള്ളമൊന്നും തകിയില്ല, കുടിച്ചു വറ്റിച്ചാളയും, വെള്ളക്ഷാമം ഉണ്ടാവും, ഭക്ഷ്യക്ഷാമം ഉണ്ടാവും. എന്നാ ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം, ലോകത്തിൽ ഒരു വാപ്പി ഒരു ഉമ്മി മാത്രം ജീവിച്ച കാലം ഉണ്ടായിരുന്നു. ഈ ഭൂമിയൊക്കെ അന്നുണ്ട്, ഈ സമുദ്രം ഒന്നുണ്ട്, ഈ ചെടികളെ ഒന്നുണ്ട്. ആദം നബി ഹവ്വാബിയും ഇവിടെ ജീവിച്ച കാലം. ആദം നബി ഇറങ്ങിയത് ശ്രീലങ്കയിലും ഹവ്വാ ബീവിനെ ഇറക്കിയത് സൗദി അറേബ്യയിലെ ജിദ്ദയിലുമാണ്. ഇവിടെ ജിദ്ദയിൽ ജോലി ചെയ്യുന്ന സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ജിദ്ദയിൽ എവിടെ ജോലി? ജിദ്ദ എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ മീനിങ് ജിദ്ദ? ജിദ്ദ എന്ന് പറഞ്ഞ അർത്ഥം ഗ്രാൻഡ് മദർ, ജദ്ദത്ത്, വല്യമ്മ എന്നാണ് അതിന്റെ അർത്ഥം. വല്യമ്മ എന്ന പേരാണ് ജിദ്ദ എന്നായത്. അവിടെ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ ജിദ്ദയിലുണ്ട്. ഗവൺമെന്റ് അത് വലിയ ഇഷ്ടിക കൊണ്ട് കെട്ടി ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ലോകത്തിലുള്ള മനുഷ്യവർഗത്തിന്റെ ഉമ്മാടെ ഖബർ കിടക്കുന്ന രാജ്യമായതുകൊണ്ടാണ് സൗദി അറേബ്യയിലെ ജിദ്ദക്ക് ജദ്ദത്ത് എന്ന ഗ്രാൻഡ് മദർ എന്നർത്ഥം വരുന്ന പേര് ലോപിച്ച് ജദ്ദ എന്നുള്ളത് ജിദ്ദ എന്നായി മാറിയത്. ആവട്ടെ, ആ ഹവ്വാ ബീവി ആദം നബി ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇവിടെ പാവങ്ങള് ഒരു വെള്ളം കിട്ടാതെ ഈ ലോകം മുഴുവൻ അലഞ്ഞു. ആദം നബി ശ്രീലങ്കയിൽ നിന്ന് നടന്ന് ഇന്ത്യയിലെത്തി എന്നാ പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് 40 ഹജ്ജ് ചെയ്തു ആദം നബി മക്കത്ത് പോയിട്ട്, ഹവ്വാ ബീവിയും ചെയ്തു. അങ്ങനെ ഒരു ഹജ്ജിന്റെ വേളയില് സ്വർഗത്തിൽ നിന്ന് രണ്ടാളും 2 ഭാഗത്തിറങ്ങിയ ഹവ്വയും ആദമും ഒരുമിച്ച് കൂടി അറഫയിൽ വെച്ച്. അതാണ് ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസികളോടും ഹജ്ജിന് ചെയ്യുന്ന സമയത്ത് അറഫയിൽ നിൽക്കണോ, അറഫയിൽ നിൽക്കൽ നിർബന്ധമാണ്. അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല. അൽ ഹജ്ജു അറഫ ഖാല റസൂലുള്ളാഹി. അൽ ഹജ്ജ് എന്ന് പറഞ്ഞ അറഫയാണ്. അവിടെ നമ്മുടെ ഉമ്മയും ബാപ്പയും നിന്ന സ്ഥലം. ഈ പാവങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് നേരെ ഭക്ഷണം കിട്ടിയില്ല, ചായയും കിട്ടിയില്ല, വെള്ളമില്ല. ഇപ്പൊ ലോകത്ത് 620 കോടി ജനമുണ്ട്. ഈ 620 കോടി ജനങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ബാക്കി കഴിച്ച് വിൽക്കാനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട്, പണം ഇവിടെ ഉണ്ട്, വെള്ളം ഇവിടെ ഉണ്ട്, ഗ്യാസ് ഇവിടെ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ സംഭവിച്ച കുരുത്തക്കട എന്താണെന്നറിയോ? കയ്യൂക്കുള്ള കാര്യക്കാരൻ അവിടെ. റിലയൻസിന്റെ മുതലാളി മുകേഷ് അംബാനിയുടെ ആസ്തി എത്രയാ പറഞ്ഞത്? 25,000 കോടി രൂപ, 2500-3000 കോടി ഡോളർ അയാളുടെ ആസ്തി. നിങ്ങൾ നോക്ക് മോനെ, അംബാനിനെ പ്രസവിക്കുമ്പോ ഇയാളുടെ അമ്മയുടെ വയറ്റിന്ന് ഒരു കുട്ടിയായി നിങ്ങളും ഞാനും വന്ന പോലെ മൂപ്പരും വന്നത്. വരുമ്പോ ഒരു 4 സൂട്ട് കേസ് ഡോളറായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതല്ല ഇവൻ. ഈ ദുനിയാവിലേക്ക് വന്നിട്ട് ഇതൊക്കെ നമ്മുടെയാണ്, അതൊക്കെ അങ്ങടെയാണ്, അതൊക്കെ നമ്മുടെയാണ്, ഇതൊക്കെ അങ്ങടാണ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ മുതലാളിമാര് കൈവശപ്പെടുത്തി 5000 കോടി രാസ്തി, 3000 കോടി രാസ്തി, 10000 കോടി രാസ്തി. കക്കൂസിൽ പോകാൻ വേറെ റോൾസ് റോയ്സ് വണ്ടിയിൽ പോണ രാജ്യം ഭരിക്കുന്ന സുൽത്താൻമാർ. ലോകത്തിലൊരു മുസ്ലിം പ്രമാണി റോൾസ് റോയ്സ് കാർ ഇറങ്ങിയ സമയത്ത് അയാൾ റോൾസ് റോയ്സ് ബുക്ക് ചെയ്തു. അന്ന് 1.5 കോടി 2 കോടി ആ കാറിന്റെ വില. ബുക്ക് ചെയ്ത സമയത്ത് കാറ് കൊടുത്തില്ല.
അപ്പൊ അയാൾ എന്ത് ചെയ്തു? ആ കാർ കമ്പനിക്കാരെ ഒന്ന് ഷൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 കാർ അങ്ങ് വാങ്ങിച്ചു, റോൾസ് റോയ്സ്. എന്നിട്ട് അയാളുടെ നാട്ടിലുള്ള കക്കൂസ് വേസ്റ്റ് സാധനങ്ങളൊക്കെ കയറ്റിയ ട്രിപ്പ് അടിക്കാൻ റോൾസ് റോയ്സിൽ. റോൾസ് റോയ്സ് കമ്പനിയുടെ മാനേജർ മുതലാളി എന്നിട്ട് പറഞ്ഞു, സാർ ചെയ്തു പോകരുത്, ലോകത്ത് ബുക്ക് ചെയ്താൽ കിട്ടാത്ത കാറിൽ ബ്രൂണോ സൂട്ടാൻ കയറ്റിയത് ഉച്ഛിഷ്ടം കയറ്റിവിട്ട്. അതാണ് ലോകത്തെ പ്രമാണിമാര് തന്റെ കുതിരയെ കെട്ടുന്ന കെട്ടുകയർ പോലും സ്വർണത്തിന്റെ കയറാക്കി താൻ കുരിക്കുന്ന ക്ലോസറ്റ് സ്വർണം കൊണ്ട് പണിത് വെച്ചു. തന്റെ കക്കൂസിന്റെ ടേപ്പ് സ്വർണത്തിന്റെ ടേപ്പ് പണിത് വെച്ചു. ഈ നാട്ടിലെ വീടില്ലാത്ത, ഈ നാട്ടിലെ ഭക്ഷണം കിട്ടാത്ത, ഈ നാട്ടിലെ വെള്ളം കിട്ടാത്ത പാവപ്പെട്ടവന്റെ ധാർമ്മികമായ അവകാശം ഈ നാട്ടിലെ മുതലാളിമാര് കവർന്നെടുത്തു. അള്ളാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലവര് പറയാറുണ്ട് പടച്ചോന്റെ കളിയാണെന്നേ. ഇതൊക്കെ ഞമ്മക്ക് വെച്ചതാ, വെച്ചതൊന്നല്ല. നമ്മൾ അധ്വാനിക്കാൻ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, മാർഗം പടച്ചോൻ തന്നിട്ടുണ്ട്. അധ്വാനിച്ച് വളരണം. ഇവിടെ എല്ലാവർക്കും തുല്യാവകാശ. ടാറ്റക്കും ബിർളക്കും മുഹമ്മദ് അലിക്കും അബൂബക്കറിനും ഗോപാലകൃഷ്ണനും തോമസിനും ജോർജിനും എല്ലാവർക്കും തുല്യാവകാശമായി ഭൂമിയില്. ഈ ഭൂമിയിൽ ആരും ആരെയും മേൽക്കോയ്മയില്ല. ഈ ഭൂമി അള്ളാന്റെ ഭൂമിയാ. ഈ വായു അള്ളാന്റെ വായുവാ. ഈ വെള്ളം അള്ളാന്റെ വെള്ള. ഈ പ്രപഞ്ചം അള്ളാന്റെ പ്രപഞ്ച. ഇതിൽ ആരും ആരേക്കാൾ വലുതല്ല. അള്ളാഹു എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാ. ഇതാണ് ഇസ്ലാമിന്റെ പോളിസി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഭക്ഷ്യക്ഷാമം വരുമെന്നാരും ഭയപ്പെടുത്തി കളയണ്ട. ഞാനതിന്റെ മെറിറ്റിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, സമയം കുറഞ്ഞു പോയതുകൊണ്ട് നിർത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഖിയാമത്തിന്റെ നാലാമത്തെ അടയാളം വഅക്ക ഉമ്മഹു. ഇങ്ങോട്ട് മോനെ, വഅക്ക ഉമ്മഹു, ഉമ്മാനെ മക്കള് തരം താഴ്ത്തും. വഅദിനാ സദീഖഹു, ചങ്ങാതിമാർക്ക് വലിയ സ്ഥാനം നൽകും. വജാഫ അബാഹു, ഉണ്ടാക്കിയ വാപ്പാനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്ന് കാല റസൂലുള്ളാഹി. അടുത്ത ദിവസം കേരള കൗമുദി പത്രം വായിച്ചപ്പോ കരഞ്ഞുപോയി. ബാംഗ്ലൂരിലുള്ള മകൻ 3 മക്കളെ പ്രസവിച്ച തള്ളയും തന്തയും, 3 മക്കളും വീട് പൂട്ടിയിട്ട് തള്ളയെയും തന്തയെയും വീടിന്റെ പുറത്താക്കി കക്കൂസ് വരെ പൂട്ടിട്ട ആ പാവപ്പെട്ട വൃദ്ധ ദമ്പതിമാർ അയൽപ്പക്കക്കാര് ഭക്ഷണം കൊടുത്ത്, അയൽപ്പക്കക്കാര് വിസർജിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ഒരു സംഭവം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കേരള കൗമുദി പത്രം റിപ്പോർട്ട് ചെയ്തില്ലേ? കഴിഞ്ഞ റമദാൻ മാസം 23-ാം രാവ്, പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് രാത്രി 12 മണി കഴിഞ്ഞപ്പോ മൂടിക്കെട്ടി ഒരു വാൻ വന്നവിടെ നിന്നു. 4 ഭാഗവും നോക്കി ആരെങ്കിലും ഉണ്ടോന്ന്. അവസാനം വാഗനിന്റെ ബാക്ക് ഡോർ അങ്ങ് തുറന്നു വെച്ചിട്ട് വയസ്സായ തള്ളതന്തമാരെ ചവിട്ടി പുറത്താക്കുകയാണ് റോഡിലേക്ക്. നേരം വെളുത്ത് നോക്കുമ്പോ കണ്ണ് കാണുന്നത് എന്താണ്? നീലേശ്വരം എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് ഹോട്ടലുകളുടെ സൈഡിലിരുന്നിട്ട് ആളുകൾ ഉച്ഛിഷ്ടമായി വലിച്ചെറിഞ്ഞ ഇലകൾ നക്കിക്കൊണ്ടിരിക്കുന്ന വയസ്സായ തള്ളതന്തമാർ 80ഓളം വരുന്ന വൃദ്ധയെയും വൃദ്ധന്മാരെയും റോഡിൽ തള്ളിപ്പോയി. ബാംഗ്ലൂരിന്ന് വന്നൊരു റസൂലുള്ള പറഞ്ഞതെന്താണ്? ഖിയാമത്ത് നാളായാൽ വഅക്ക ഉമ്മഹു, മക്കളുമ്മാനെ തരം താഴ്ത്തി ബുദ്ധിമുട്ടിക്കും. വജാഫ അബാഹു, വാപ്പാനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. വഅദിനാ സദീഖഹു, ചങ്ങാതിമാർക്ക് വലിയ സ്ഥാനം നൽകുമെന്ന് ഖാല റസൂലുള്ളാഹ്. ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്നു, ഖിയാമത്ത് നാളിന്റെ അടുത്തടയാളം വലഹറത്തിൽ അസ്വാത്ത് ഫിൽ മസാജിദ്. എല്ലാ പള്ളികളിലും തർക്കും തകരാറുണ്ടാവും. ഒരു പള്ളിയിൽ ഗ്രൂപ്പാണെങ്കിൽ മറ്റേ പള്ളിയിൽ രാഷ്ട്രീയമാണ്, വേറെ പള്ളിയിൽ വേറെ കാര്യമാണ്. അങ്ങനെ ഗ്രൂപ്പിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, മറ്റു വരട്ടു തത്വശാസ്ത്രങ്ങളുടെ പേരിൽ പള്ളിയായ പള്ളിയിലൊക്കെ അടിപിടി, യുദ്ധവും കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. കഴിഞ്ഞ റമദാൻ മാസത്തിലാണ് കോട്ടക്കലുള്ള ഒരു പള്ളിയില് പള്ളി കമ്മിറ്റിയുടെ തർക്കം ഉണ്ടായതിന്റെ പേരില് പ്രസിഡന്റിന്റെ 2 മക്കളെ പള്ളിയുടെ ഉള്ളിൽ വെച്ച് കുത്തിക്കൊന്നുകളഞ്ഞത് കോട്ടക്കല് ജുമാഅത്ത് പള്ളിയിൽ വെച്ചാൽ റമദാൻ മാസത്തിലാണ്. സമുദായം ചെയ്തതാണ്. വായിച്ചില്ലേ പത്രത്തിൽ മോനെ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖിയാമത്തിന്റെ അടുത്തടയാളം വസാദൽ ഖബീലത ഫാസിഖും. ഒരു നാട്ടിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലെ ഇലക്ഷന് നിൽക്കുന്ന ആളുകള്
ഒന്നാം നമ്പർ കള്ളന്മാരെയും പെണ്ണുപിടിയന്മാരെയും കൊള്ളക്കാരെയും ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോട് തെരഞ്ഞെടുത്ത് അധികാരം കൊടുക്കുന്ന കാലം ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് ഖാല റസൂലുള്ളാഹി. അതിന്റെ വിശദീകരണം ഞാൻ പോകുന്നില്ല, രാഷ്ട്രീയമായതുകൊണ്ട് ചിന്തിച്ചാൽ കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അടുത്തടയാളം ഒരാളെ പേടിച്ചിട്ട് ലോകത്തുള്ളവരൊക്കെ മിണ്ടാതിരിക്കേണ്ടി വരും. ഒരാളെ പേടിച്ച് എല്ലാവരും മിണ്ടാതിരിക്കേണ്ടി വരും. നിങ്ങൾ കണ്ടോ, സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന 40 കൊല്ലം ഇറാഖിന്റെ ഭരണം നടത്തിയ സദ്ദാം ഹുസൈനിന് ഒരു നേരം വെളുക്കുമ്പോ ബലിപെരുന്നാളിന്റെ 1 ദുൽഹജ്ജ് 10 കഴുത്തിൽ പ്ലാസ്റ്റിക്കിന്റെ കയറ് മുറുക്കിക്കൊണ്ട് നീ നരകത്തിലേക്ക് പോകടാ എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക്കിന്റെ കയറ് മുറുക്കി വലിക്കുമ്പോ 54 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടായിട്ട് 45 മുസ്ലിം പ്രമാണിമാരി ഭരിക്കുന്ന രാജ്യങ്ങൾ ഉണ്ടായിട്ട് ലോകത്തിന്റെ സാമ്പത്തിക ശേഷി നിർണയിക്കുന്ന ഒപെക് എന്ന് പറയുന്ന എണ്ണ രാജ്യങ്ങൾ മുഴുവനും മുസ്ലിം പട്ടികയിലായിട്ട് പോലും അമേരിക്കൻ പ്രസിഡന്റ് W. ബുഷിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ബുഷ് ഗോ ബാക്ക് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റമില്ലാതെ പോയി. അള്ളാന്റെ റസൂല് പറയുന്നു, ഒരാളെ പേടിച്ച് ലോകം മുഴുവൻ മിണ്ടാതിരിക്കല് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് ഖാല റസൂലുള്ളാഹി. അതും നമ്മൾ കണ്ടുപോയി. പിന്നെ റസൂലുള്ള പറയുന്നു, അടുത്തടയാളം തീർന്നിട്ടില്ല. വല്ലഹറത്തിൽ ഖൈനാത്ത്. വാല് കേൾക്കുന്ന ഉമ്മമാര് ശ്രദ്ധിച്ചോ. വല്ലഹറത്തിൽ ഖൈനാത്ത്. വേദിയായ വേദി മുഴുവൻ പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ കൈയടക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. നേരം വെളുത്ത് വൈകുന്നേരം ചാനൽ തുറന്നാൽ ഒരു ചാനൽ പറയുന്നു 5 കോടി തരാം 10 ഫ്ലാറ്റ്. അത് കണ്ടപ്പോ മറ്റേ ചാനൽ പറയുന്നു 25 കോടി 32 ഫ്ലാറ്റ്. അത് കണ്ടപ്പോ മറ്റേ ചാനൽ പറയുന്നു പട്ടുറുമാലുമായിട്ട് ഇറങ്ങിയിട്ട് പറയുന്നു ഇതാ കോടി ഈ ഫ്ലാറ്റ്. സുബ്ഹാനല്ലാഹ്, എല്ലായിടത്തും പെണ്ണുങ്ങളാണ്. എല്ലാ സ്റ്റാർ സിംഗർമാരെ നിയന്ത്രിക്കുന്നതും പെണ്ണാണ് രംഗത്ത് വന്നത്. റസൂലുള്ള പറയുന്നു, വല്ലഹറത്തിൽ ഖൈനാത്ത്. പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ അധികരിക്കൽ ലോകാവസാനത്തിന്റെ അടയാളമാണ് ഖാല റസൂലുള്ളാഹി. പിന്തിരിപ്പനായതുകൊണ്ട് പറയല്ല, വിവരമില്ലാത്തതുകൊണ്ട് പറയല്ല, ലോകത്തിന്റെ വരുംപരായികൾക്ക് ആലോചിക്കാതെ പറയല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വരുന്നുണ്ടോ വരുന്നില്ലേ, അതിന്റെ കാര്യകാരണത്തിന്റെ മെറിറ്റിലൊക്കെ പിന്നീട് പോകാം. അത് കലയാണോ ശാസ്ത്രമാണോ പുരോഗതിയാണോ അധപ്പതനാണോ അതൊക്കെ സെക്കൻഡായി ചർച്ച ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞ സംഭവം അവിടെ നടക്കുന്നുണ്ടോ ഇല്ലോ അത് മാത്രം നിങ്ങളുടെ കൽബിലുണ്ടായാൽ മതി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലോകാവസാനത്തിന്റെ 14ാമത്തെ അടയാളം വശുരിബത്തിൽ ഖുമൂർ. പച്ചവെള്ളം പോലെ മദ്യം കിട്ടുന്ന കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹ്. വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചോ. കണ്ടോ മോനെ? ഉണ്ട്. മദ്യം എന്ന് പറഞ്ഞാൽ കള്ള്, ബ്രാൻഡി, വിസ്കി, റമ്മ് എന്ന് മാത്രം കൽബിൽ പോകരുത്. മദ്യത്തിന്റെ പരിധിയിൽ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ കണ്ടോ നിങ്ങള്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവന്റെ നിക്കറിന്റെ പോക്കറ്റിൽ കൈയിട്ടാ കിട്ടുന്ന സാധനമുണ്ട്. 10ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് 7ാം ക്ലാസ് LP-യിൽ പഠിക്കുന്ന കുട്ടികളുടെ പോക്കറ്റിൽ കൈയിട്ടാ കിട്ടും പാൻപരാഗ് ഹാൻഡ്സ്. അല്ലേ? ഉരുന്ന മക്കൾ ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ കയ്യിലിങ്ങനെ തിരുമ്പി സ്റ്റീമാക്കുക. എന്നെ വാതിൽ വിളിക്കാൻ വേണ്ടി തിരൂര് ഭാഗത്ത് മലപ്പുറത്ത് നിന്ന് 2-3 കുട്ടികൾ വന്നു. ചെറിയ കുട്ടികൾ, മീശ മുളച്ചിട്ടില്ല. അറബിയിൽ അമ്രത് എന്ന് അവർക്ക് പറയാം, മീശ മുളക്കാത്തവർക്കൊക്കെ. പ്രായപൂർത്തി അവിടെയുള്ളൂ. ഇവന് വയലിൽ വിളിക്കാൻ വന്നപ്പോൾ ഉസ്താദല്ലേ പുറത്തിറങ്ങി പോയിട്ട് ഞാനിങ്ങനെ ആ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ, കൂളിംഗ് ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ ഇവൻ അങ്ങോട്ട് കാണും, അവൻ എന്നെ കാണുന്നില്ല. നോക്കുമ്പോ ഇവൻ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് തിരക. എന്നിട്ട് അവസാനം ഈ ആവിയട ഉണ്ടാക്കിയാന്ന് പറഞ്ഞൊരു ഏർപ്പാട് ഞാൻ നാട്ടിൽ. ആവിയട 27ാം രാവിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആവിയട, പ്രത്യേക ഒരു പലഹാര. മലബാർ മേഖലയിൽ അതിന് പേര് പറയുന്ന പേര് ആവിയടാമ. ആവിയിൽ വീണ്ടെടുക്കുന്ന വസ്തുവായതുകൊണ്ട് ആവിയട എന്ന് പേരിട്ടിരിക്കുന്നത്. ഇത് 2 ഭാഗവും ഇങ്ങനെയാണ് കൂട്ടി മടക്കല എന്ന പോലെ ഈ ചുക്കൊക്കെ പാടെ കൂട്ടിയിട്ട് തിരുമ്പി വായന്റെ അകത്തങ്ങ് കൊണ്ടുവച്ചിട്ട് ഒരു മടക്കി വെക്കല. എന്നിട്ട് ഒരു വലിച്ചു വിടല. എന്റെ ചെറുപ്പക്കാരായ കുട്ടികളെ, കള്ള് കുടിക്കുന്നതും ബ്രാൻഡി കഴിക്കുന്നതും ചാരായം കഴിക്കുന്നതും കഞ്ചാവടിക്കുന്നതും പാൻപരാഗ് കഴിക്കുന്നതും ഹാൻഡ്സ് വെക്കുന്നതും ഈക്വൽ ആൻഡ് ഈക്വൽ, തുല്യമാണ്. എല്ലാം മദ്യത്തിന്റെ ഹുക്കുമിലാണ്, എല്ലാം കള്ളിന്റെ ഹുക്കുമിലാണ്, എല്ലാം ബ്രാൻഡിയുടെ ഹുക്കുമിലാണ്. കണ്ടില്ലേ ഇപ്പൊ നമ്മള് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോ
2 രൂപ 50 പൈസ കൊടുത്താൽ ഏത് പെട്ടിപ്പീടികയിൽ നിന്നോ പാൻപരാഗും ഹാൻസും കിട്ടുന്ന കാലമായി. റസൂലുള്ള പറഞ്ഞതാണ് ഖിയാമത്ത് നാളായാലോ വശുരിബത്തിൽ ഖുമൂർ, പച്ചവെള്ളം പോലെ മദ്യം ലഭിക്കും. 15ാമത്തെ അടയാളം കേട്ടോ, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ. കഴിഞ്ഞുപോയ നല്ല നല്ല മഹാന്മാരായ ഉസ്താദുമാര്, ഔലിയാക്കള്, തങ്ങന്മാര്, സാലിഹ്യങ്ങള്, അവരെ അവസാനം വരുന്നവര് വിവരദോഷികളാണെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് അവരെ അപഹസിച്ച് ലഅനത്ത് ചെല്ലുന്ന കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹി. മോനെ, ഈ മാസം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് അതേ ആണ്ട് കഴിക്കപ്പെടുന്ന മാസമാണ്. ആരാണ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു? മുതലായ റമളാനിൽ മുലകൂടിക്കും കാലം 30 നാളിലോ മുലനെ തോടാതോവർ. കളവ് പാറയല്ല എന്നും ചൊന്നാര്, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ചത്തേ ചാകത്തിന് ജീവൻ ഈടിച്ചോവർ. ചാവും കീലശത്ത് നന്നാക്കി വീട്ടോവർ. കോഴിയുടെ മുള്ളോട് കൂവന്ന് ചൊന്നോർ. കുശാതെ കൂവിപ്പിച്ച് വീട്ടോവർ. ഔലിയാക്കളുടെ ഖുതുബാണ് അബ്ദുൽ ഖാദിർ. ഖുതുബുൽ അഖ്താബാണ് അബ്ദുൽ ഖാദിർ. ഗൗസുൽ അലമാണ് അബ്ദുൽ ഖാദിർ. ഔലിയാക്കളുടെ ടോപ്പാണ് അബ്ദുൽ ഖാദിർ. ആ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി ഒരു മലയാളത്തിലൊരു മാസിക, ഒരു മുസ്ലിം സംഘടനയുടെ ഒരു മാസിക പറഞ്ഞത്, ശങ്കരാചാര്യരും മുഹിയുദ്ദീൻ ശൈഖും അദ്വൈത സിദ്ധാന്തത്തിന്റെ വക്താക്കളാണ്. അഥവാ യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പുവതു നാരായണ ശ്രുതിമ, യാതൊന്നു പറയുവതു നാരായണ നായനമ എന്ന അദ്വൈത സിദ്ധാന്തം സ്വീകരിച്ച ശങ്കരാചാര്യരും മുഹിയുദ്ദീൻ ശൈഖും ഈക്വലാ. അഥവാ മതസൗഹാർദ്ദത്തിന്റെ കടക്ക് കോടാലി വെച്ചു അവര് ശങ്കരാചാര്യരെ തരം താഴ്ത്തി പറയുന്നതോടെ മുഹിയുദ്ദീൻ ശൈഖിനെയും തരം താഴ്ത്തി. ഈ നിലക്ക് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ കാഫിറാക്കുന്നു, റിഫായി ശൈഖ് തങ്ങളെ കാഫിറാക്കുന്നു. മോനെ, ആരാ മുഹിയുദ്ദീൻ ശൈഖൊക്കെ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാന്മാരുടെ മാർഗം പിൻപറ്റണം. ഇത് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ ആണ്ട് കഴിക്കുന്ന മാസ. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആധുനിക ലോകത്തിന്റെ ഇമാമാണ്, ഖുതുബാൻ. ബഗ്ദാദിന്റെ തിരുനെറ്റിയിൽ കിടക്കുന്ന ഖുതുബുൽ അഖ്താബ് മലാദുൽ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ. ആ തങ്ങളെ കാഫിറാണെന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകളുണ്ട്. റസൂലുള്ള പറയുന്നു, ഇങ്ങനെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, മുത്തഖീങ്ങളെ കാഫിറാക്കി അവരെ ലഅനത്ത് ചൊല്ലുന്ന കാലം നിങ്ങളുടെ കണ്ണിൽ കണ്ടാൽ ഖിയാമത്തിന് ദിവസം ഉറപ്പിച്ചോ. 15 അടയാളം റസൂലുള്ള പറഞ്ഞത് ഞാൻ പറഞ്ഞു, അതൊക്കെ നമ്മുടെ കണ്ണിൽ കണ്ടു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ 15 അടയാളം നിങ്ങളുടെ കണ്ണിൽ കണ്ടാൽ പിന്നെ മനസ്സിൽ എഴുതി വെച്ചോ. ഫർതഖിബു. റസൂലുള്ള പറഞ്ഞു, ഇൻദസാഅത്തി, ആ സമയത്ത് റീഹൻ ഹംറാ, ഒരു കൊടുങ്കാറ്റ് സുനാമി പുറപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി. സുനാമി വരുമെന്ന് റസൂലുള്ള പറഞ്ഞു. അതേ, സുനാമി വന്നില്ലേ? ലോകത്ത് മുഴുവൻ 1 ചില്ലാനം ലക്ഷാളെ കൊന്ന സുനാമി കഴിഞ്ഞു പോയില്ലേ? സുനാമി കഴിഞ്ഞാ പിന്നെ വരുന്നത് റസൂലുള്ള പറഞ്ഞു ഹദീസിൽ, വസൽസലതൻ, ഇടക്കിടക്ക് ഭൂമി കുലുങ്ങിക്കൊണ്ടേയിരിക്കും. സുനാമി കഴിഞ്ഞപ്പോ അന്തമാനിൽ കുലുങ്ങി, അവിടെ കഴിഞ്ഞപ്പോ ലക്ഷദ്വീപിൽ കുലുങ്ങി, അവിടെ കഴിഞ്ഞപ്പോ സൗദി അറേബ്യയിൽ കുലുങ്ങി, അവിടെ കഴിഞ്ഞപ്പോ ജപ്പാനിൽ കുലുങ്ങി, 2 ദിവസം മുമ്പ് അതാ അഫ്ഗാനിസ്ഥാനിൽ കുലുങ്ങി. ലോകത്ത് എവിടെയും സുരക്ഷിതമല്ല, ഭൂമി കുലുക്കത്തിന്റെ പിടിയിലാണ് ലോകം മുഴുവൻ. റസൂലുള്ള പറയുന്നു, ഖിയാമത്ത് നാൾ വരെ വസൽസലതൻ, ഇടക്കിടക്ക് കുലുങ്ങിക്കൊണ്ടിരിക്കും. പോരാ, വേറെയും വരാനുണ്ട് ഇവിടെ. വഖദ്ഫൻ വമസ്ഖാ, ഭൂമി 2 കഷ്ടമായി പിളരുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകും. പോലെ
മണ്ണാർക്കാട് എന്ന അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാലക്കാട് ജില്ലയിൽ. അട്ടപ്പാടി കഴിഞ്ഞ ജൂൺ മാസത്തിൽ മഴ പെയ്യുന്ന സമയത്ത് 1 കിലോമീറ്റർ റോഡിന്റെ 2 ഭാഗം ഒരു ആനക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തക്ക രൂപത്തിൽ പാതാളം വരെ ഭൂമി പിളർന്നു നിന്നല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഭൂമി പിളരൽ ഖിയാമത്തിന്റെ ലക്ഷണമാണ്. അള്ളാഹുവിന്റെ റസൂല് വീണ്ടും പറയുന്ന ഒരു കാര്യം കൂടി ഇവിടെ വരാനുണ്ട്. വമസ്ഖൻ, കോലം മറിച്ചിൽ ഇവിടെ ഉണ്ടാവും. അതേ മനുഷ്യന് പൂച്ചയുടെ കുട്ടി ഉണ്ടാകും, മനുഷ്യന്റെ കുട്ടി നായക്കുട്ടിയായി വരും. ജർമ്മനിയിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു പെണ്ണ് നായയുടെ ബീജം കുത്തിവെച്ചു. പ്രസവിച്ചപ്പോ 1ാം നമ്പർ നായ തന്നെ. നായക്കുഞ്ഞിന് ജന്മം നൽകിയ പെണ്ണ്. അത്ഭുത ലോകം നിങ്ങൾ കണ്ടപ്പോ കണ്ടില്ലേ, നായക്കുഞ്ഞിനെയും വലയൂട്ടിക്കൊണ്ട് കഴിഞ്ഞു പോകുന്ന പെണ്ണ്. റസൂലുള്ള പറയുന്നു, കോലം മറിച്ചിൽ ഇവിടെ ഉണ്ടാകും, ഭൂമി കുലുക്ക് ഇവിടെ ഉണ്ടാകും, ഭൂമി പിളറൽ ഇവിടെ ഉണ്ടാകും. ഇതും നിങ്ങളുടെ കണ്ണിൽ അങ്ങ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനി ടൈം ഖിയാമത്ത് നാൾ സംഭവിക്കും. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. സത്യവിശ്വാസികളെ, ആഖിറത്ത് നന്നായി, ഖബർ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന, റസൂലുള്ളാഹിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, ഹൗദുൽ കൗസർ കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ആഖിബത്ത് നന്നായി മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ദുനിയാവിലുണ്ടോ, അവരോട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, തൗബ ചെയ്ത് മടങ്ങിക്കോ. ആഖിറത്തിന്റെ ചിന്ത കൽബിൽ ഉറപ്പിച്ചോ, നിസ്കാരം നിലനിർത്തിക്കോ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.